കുട്ടികളുടെയൊക്കെ മുഖം നിങ്ങളൊന്ന് നോക്കൂ. മരണത്തിലേക്ക് പോവുകയാണെന്ന് പോലും അറിയാതെ കൊണ്ടുവന്ന ആ സെക്കൻഡിൽ തന്നെ അവരെ കൊലപ്പെടുത്തുകയാണ് ഉണ്ടായിരുന്നത്. ഇത് കണ്ടപ്പോഴാണ് സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണ് ശരിക്കും പറഞ്ഞാലൊന്ന് കലങ്ങിപ്പോയത്. അതൊക്കെ കാണുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിങ്ങനെ നിന്നലിഞ്ഞു പോകും. ഏതോ ഒരു കുഞ്ഞു വാവയുടെ കുഞ്ഞു വസ്ത്രമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇതുപോലെയുള്ള ചേംബറുകളിൽ ആളുകളെ കുത്തി നിറച്ച് കയറ്റി നിർത്തി ആ 10 മിനിറ്റ് സമയത്തിനുള്ളിൽ എല്ലാവരും അവിടെ മരിച്ചു വീഴുന്ന അത്ര ക്രൂരമായിട്ടുള്ള കാര്യങ്ങളാണ് നാസികൾ ഇവിടെ ചെയ്തു കൂട്ടിയത്. ഞാനിപ്പോൾ ഇരിക്കുന്ന ഈ റെയിൽവേ പാളത്തിലൂടെ ട്രെയിനുകളിൽ യൂറോപ്പിലെ പല രാജ്യങ്ങളിൽ നിന്നും പല സ്ഥലങ്ങളിൽ നിന്നും വേൾഡ് വാർ 2 സമയത്ത് ലക്ഷക്കണക്കിന് ആളുകൾ ഇവിടെ വന്നിറങ്ങി. യെസ്, ഞാനിപ്പോൾ ഉള്ളത് പോളണ്ടിലെ ഓഷ്വിറ്റ്സ് കോൺസെൻട്രേഷൻ ക്യാമ്പിലാണ്. 10 ലക്ഷത്തിലധികം വരുന്ന ജൂതന്മാരെയും പോളിഷ് ആളുകളെയും റൊമാനിക്കാരെയും ബാക്കിയുള്ള ആളുകളൊക്കെ ഹിറ്റ്ലറുടെ നാസിപ്പട കൊന്നൊടുക്കിയ ആ ഒരു ദുരന്ത സ്ഥലം, ആ ഒരു ദുരന്ത ഗ്രാമം, അവിടെയാണ് ഞാനിപ്പോൾ ഉള്ളത്. KL2UK യാത്രയിൽ പല രാജ്യങ്ങളിൽ നമ്മൾ പലതരത്തിലുള്ള ജനസൈഡുകൾ, കൂട്ടക്കൊലകൾ കണ്ടിരുന്നു, വംശീയ ഹത്യകൾ കണ്ടിരുന്നു. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ വംശീയ ഹത്യ നടന്ന ഹിറ്റ്ലറും ഹിറ്റ്ലറുടെ നാസിപ്പടയും നടത്തിയ ആ ഒരു വംശീയ ഹത്യയുടെ കഥ പറയാനാണ് ഞാനിന്ന് എത്തിയിരിക്കുന്നത്. ടെക് ട്രാവൽ വിത്ത് KL2UK പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. മറ്റുള്ള വീഡിയോകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇന്നത്തെ വീഡിയോയിൽ കൂടുതലും ഞാൻ വോയിസ് ഓവർ നൽകിയായിരിക്കും ചിത്രീകരിക്കാൻ പോകുന്നത്. കാരണം എനിക്കൊരിക്കലും ഇതിനുള്ളിൽ പോയിട്ട് അവിടെ പോയിട്ട് ക്യാമറ പിടിച്ച് ഇതുപോലെ വ്ളോഗ് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം അതെനിക്ക് സാധിക്കാത്തൊരു കാര്യമാണ്. കാരണം അവിടെ പോയി കഴിഞ്ഞാൽ ആബ്സല്യൂട്ട് സൈലൻസ് ആയിരിക്കും. അത് വേറെ ഒരു ഇവിടെ വന്നിട്ട് തന്നെ ആകെ മൊത്തത്തിൽ ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. ഇവിടുത്തെ കാലാവസ്ഥയും ഇവിടുത്തെ അന്തരീക്ഷവും എല്ലാം. ഞാൻ പോളണ്ടിൽ ക്രാക്കോവ് എന്ന് പറഞ്ഞ നഗരത്തിലായിരുന്നു. അവിടെ നിന്ന് ഒരു ട്രെയിനിൽ കയറി ഓസ്വിറ്റ്സിം എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ വന്നിറങ്ങി. ആ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഒരു ബസ്സിൽ കയറിയിട്ട് ഞാൻ ഒരു 800 മീറ്റർ നടന്നിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഈ കാണുന്ന നമ്മുടെ ഓഷ്വിറ്റ്സ് എന്ന് പറയുന്ന ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പിൽ എത്തിയിരിക്കുന്നത്. ഒരു പാക്കേജ് ടൂറാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. നമുക്കതല്ലാതെ നമുക്ക് ഇതിനുള്ളിലേക്ക് കയറാൻ സാധിക്കും. പക്ഷേ ഒറ്റയ്ക്ക് ഞാൻ പോയിട്ട് എന്താ കാര്യം? ഒരു ഗൈഡ് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു തന്നാൽ മാത്രമല്ലേ നമുക്ക് കറക്റ്റായിട്ട് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ, പ്രത്യേകിച്ച് ഇതുപോലുള്ള സ്ഥലത്ത്. അപ്പോൾ ഒരു ഗ്രൂപ്പിൻ്റെ കൂട്ടത്തിലാണ് ഞാൻ ഉള്ളിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് സംഭവങ്ങളെന്നൊക്കെ ഞാൻ വഴിയെ കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾ സന്ദർശിക്കാൻ വരുന്ന ആൾക്കാർ അത്യാവശ്യം വെള്ളവും സ്നാക്സും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ കയ്യിൽ കരുതുന്നത് നല്ലതാണ് നിങ്ങൾ വരുമ്പോൾ തന്നെ. കാരണം ഇത് വളരെ വിജനമായിട്ടുള്ളൊരു സ്ഥലത്താണ്. വണ്ടി ഓടിച്ച് ആരെങ്കിലും വരികയാണെങ്കിൽ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ക്രാക്കോവ് ആണ് ഇതിനടുത്തുള്ള ഏറ്റവും നിയർ ബൈ നഗരം എന്ന് പറയുന്നത്. ക്രാക്കോവിൽ നിന്ന് നിങ്ങൾക്ക് വന്നിട്ട് ഇത് കണ്ടിട്ട് പോകാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ബുക്ക് ചെയ്ത ടൂറിൻ്റെ ആൾക്കാർ എനിക്കിവിടെ ഒരു പാർക്കിംഗ് ഗ്രൗണ്ടിൽ അവിടെ വരാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉച്ചയ്ക്ക് 1:30 റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നു. സോ വി ആർ ഗോയിങ് ദെയർ. ശരിക്കും ഇതിന് ഉള്ളിൽ കയറാനായിട്ട് നമുക്ക് ഫ്രീ ആണ്, നമുക്ക് ടിക്കറ്റ് ചാർജ് ഒന്നും വേണ്ട. പക്ഷേ നമ്മൾ ഗൈഡിനാണ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്നത്. ഗൈഡിൻ്റെ ഒരു പേയ്മെൻറ്റാണ് നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കയറണം എന്നുണ്ടെങ്കിൽ ഫ്രീ ആയിട്ടും കയറാവുന്നതാണ്. ഡൊണേഷൻസ് എന്തെങ്കിലും കൊടുക്കണം എന്നുണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി. ഇവിടുത്തെ മീറ്റിംഗ് പോയിന്റിൽ നമ്മൾ ഇവിടെ മീറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് ടിക്കറ്റും അതേപോലെ തന്നെ എല്ലാവരുടെയും നെഞ്ചത്ത് ഇതുപോലെയുള്ളൊരു ബാഡ്ജും തന്നു. ഇതാണ് നമ്മുടെ ഗൈഡ്. അപ്പോൾ ഇവർ നമ്മളെ ഈ ബസ്സിൽ കയറ്റി നമ്മൾ ഓഷ്വിറ്റ്സ് 1 എന്ന് പറഞ്ഞ ആദ്യത്തെ സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. പോളണ്ടിൽ വരുന്ന എല്ലാ ടൂറിസ്റ്റുകളും വന്ന് കാണുന്ന ആ സ്ഥലം, അവിടെയാണ് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത്. ക്രൂരതകൾ, അതായത് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും കഠിനമായിട്ടുള്ള ക്രൂരതകൾ കണ്ട സ്ഥലങ്ങളിലൂടെയാണ് ഞാനിപ്പോൾ നടക്കുന്നത്. എവിടെയും മരണത്തിൻ്റെ ഗന്ധം നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ ആത്മാക്കൾ ഇങ്ങനെ അലഞ്ഞു നടക്കുന്നുവെന്ന് തോന്നിക്കുന്ന ഒരു സ്ഥലം. ആ സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ആദ്യം ബെർക്കനാവ് ക്യാമ്പിലാണ് നമ്മൾ ഗൈഡിനെ മീറ്റ് ചെയ്തത്. അവിടെ നിന്ന് നമ്മൾ ഓഷ്വിറ്റ്സ് 1 എന്ന് പറയുന്ന ശരിക്കും ഈ ഒരു സ്ഥലത്ത് ആദ്യമായി നിർമ്മിച്ച ആ ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പിൻ്റെ മുമ്പിലേക്കാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ എത്തി, നമ്മൾ ഗ്രൂപ്പിൽ 40 അംഗങ്ങളുണ്ട്. ഓരോ ഗ്രൂപ്പുകളിൽ ഓരോ ഗൈഡുമാരുണ്ടാവും. അവരായിരിക്കും നമ്മളെ അകത്തേക്ക് കൊണ്ടുപോവുക.
അപ്പോൾ ഞങ്ങളെ ആ ടൂർ കമ്പനിയുടെ ആൾക്കാർ ഇവിടെ കൊണ്ടുവിട്ടു. എന്നിട്ട് നമ്മുടെ ഡ്രൈവർ വന്നിട്ട് നമ്മളെ നമ്മുടെ ഒരു ഗൈഡിനെ ഏൽപ്പിച്ചു. ഗൈഡിനെ ഏൽപ്പിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ സെക്യൂരിറ്റി ചെക്കും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് നമ്മുടെ ടിക്കറ്റൊക്കെ സ്കാൻ ചെയ്ത് നമ്മൾ ഉള്ളിലേക്ക് വരും. നമ്മൾ എയർപോർട്ടിലൊക്കെ പോകുന്ന പോലെയുള്ള അതിഭയങ്കരമായിട്ടുള്ള സെക്യൂരിറ്റി ചെക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് വരുന്നത്. വളരെ മനോഹരമായിട്ട് നല്ല രീതിയിൽ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഡെവലപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സ്ഥലം. ഇനി നമുക്ക് കിട്ടുന്നതെന്ന് പറയുന്നത് ഈ കാണുന്ന ഹെഡ്സെറ്റാണ്. അതായത് നമുക്ക് ഈ ഗൈഡ് നമ്മളോട് ഒച്ചത്തിൽ സംസാരിക്കില്ല. ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് കംപ്ലീറ്റ് ആബ്സല്യൂട്ട് സൈലൻസ് ആണ്. അപ്പോൾ ഗൈഡ് വളരെ പതുക്കെ സംസാരിക്കുന്നത് നമുക്ക് കേൾക്കുന്നതിന് വേണ്ടി എല്ലാവർക്കും തന്നിരിക്കുന്ന ഒരു ഹെഡ്സെറ്റാണ്. അല്ലാതെ ഇതൊരു ഓഡിയോ ഗൈഡ് അല്ല. അപ്പോൾ നമ്മൾ ഇതേപോലെ ചെവിയിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗൈഡ് സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാൻ സാധിക്കും. അത് എവിടെ ഉണ്ടെങ്കിലും ഒരു 100-200 മീറ്റർ ദൂരത്ത് നമ്മൾ നിന്നാലും നമുക്കത് കേൾക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു സംഭവമാണ്. നമ്മൾ ഈ ചില ടൂറിസ്റ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പോഴത്തേക്കിന് ഈ മൈക്കൊക്കെ പിടിച്ചിട്ട് സംസാരിക്കുന്നുണ്ടല്ലേ, അതിന് പകരം അന്തരീക്ഷത്തിൽ സമാധാനമായിട്ട് കേൾക്കാൻ പറ്റുന്നൊരു സംഭവം. നമ്മൾ ആ ഒരു ക്യാമ്പിലേക്ക് കയറുന്ന സമയത്ത് നമ്മളൊരു ടണലിലൂടെയാണ് പോകുന്നത്. ഇപ്പം നിങ്ങൾ കേട്ടില്ലേ കുറേ പേരുകൾ ഇങ്ങനെ ഉച്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പേരുകളെന്ന് പറയുന്നത് ഇവിടെ മരണപ്പെട്ട ലക്ഷക്കണക്കിന് വരുന്ന ആളുകളുടെ പേരാണ്. ഈ പേര് അവിടെ മുഴുവനായിട്ട് മരണപ്പെട്ട ലക്ഷക്കണക്കിന് ആൾക്കാരുടെ പേര് പറഞ്ഞു തീർക്കണമെന്നുണ്ടെങ്കിൽ 1 വർഷം പോലും തികയില്ല എന്നാണ് പറയുന്നത്. അത്രയധികം ആളുകളെയാണ് ഇവിടെ കൊലപ്പെടുത്തിയത്. അതിനെപ്പറ്റിയൊക്കെ ഞാൻ വഴിയെ പറയാം. അപ്പോൾ നമ്മൾ ആ ഒരു കയറുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ആബ്സല്യൂട്ട് സൈലൻസ് എവിടെയും നമുക്കത് മനസ്സിലാവും. എനിക്കകത്ത് കയറിയിട്ട് ഒരിക്കലും എനിക്ക് ക്യാമറയും കൊണ്ട് വീഡിയോ എടുക്കാനോ അങ്ങനത്തെ ഒരു പരിപാടികളോ എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്കറിയാമായിരുന്നു. അത് മാത്രമല്ല എനിക്കത് പറ്റത്തുമില്ല. നമ്മുടെ ഗൈഡ് നമ്മളോട് കുറേ കാര്യങ്ങൾ ഇങ്ങനെ വിവരിച്ച് തന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മുഖം കാണുമ്പോൾ തന്നെ നമുക്കറിയാം അദ്ദേഹം വളരെ ഗൗരവക്കാരനാണ്. ഭയങ്കരമായിട്ട് കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും ഗൈഡിൻ്റെ കൂടെ പോയി കഴിഞ്ഞാൽ. നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഇപ്പം നിങ്ങൾ കണ്ടൊരു കെട്ടിടം എന്ന് പറയുന്നത് അവിടുത്തെ ഒരു അടുക്കള കെട്ടിടമായിരുന്നു. പിന്നെ പുതിയതായിട്ട് പണിത കുറച്ച് കെട്ടിടങ്ങളും മറ്റൊക്കെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. നമ്മളിനിയിപ്പോൾ മുന്നോട്ട് പോവുകയാണ്. ഏകദേശം കണക്കുകൾ പ്രകാരം 15 ലക്ഷത്തോളം ആളുകളാണ് ഇവിടെ കൊല്ലപ്പെട്ടത് എന്നാണ് പറയുന്നത്. പക്ഷേ ഈ ക്യാമ്പിൻ്റെ മേധാവിയായിരുന്ന റുഡോൾഫ് ഹോസ് അദ്ദേഹത്തിൻ്റെ വിചാരണ സമയത്ത് അദ്ദേഹം വെളിപ്പെടുത്തിയത് 30 ലക്ഷം മുതൽ 40 ലക്ഷം വരെ വരുന്ന ആളുകളെ അവിടെ പല ക്യാമ്പുകളിലായിട്ട് പല രീതിയിൽ കൊലപ്പെടുത്തി എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ നമ്മളിപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു ക്യാമ്പിൻ്റെ ഈ ഒരു ഓഷ്വിറ്റ്സ് 1 എന്ന് പറയുന്ന ഈ ഒരു ക്യാമ്പിൻ്റെ മാത്രം കണക്കുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഏകദേശം 15 ലക്ഷത്തോളം വരുന്ന ജൂതന്മാരുൾപ്പെടെയുള്ള പല യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളെ ഇവിടെ കൊലപ്പെടുത്തി എന്നാണ് പറയുന്നത്. നമുക്കിപ്പോൾ കാണുന്നത് പുതിയ ബിൽഡിംഗ് ആണ്. അതായത് പ്രിസണേഴ്സിന് വേണ്ടി പണിത പുതിയ ബിൽഡിങ്ങുകളാണ്. അതായത് നമ്മളിവിടെ ഫസ്റ്റ് ഇവർ ഒരു സെറ്റ് ഓഫ് ബിൽഡിങ്ങുകൾ പണിതു. അപ്പോൾ അവിടേക്ക് കുറേ ആളുകളെ കൊണ്ടുവന്നു. ഇവർ കൊണ്ടിരുന്ന രീതികളും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഞാൻ വഴിയെ പറയാം. വരുന്ന ആളുകൾ വെച്ചിട്ട് പിന്നീട് അങ്ങോട്ട് ഇങ്ങനെ പുതിയ കെട്ടിടങ്ങൾ പണിയുന്നു. നമുക്കിപ്പോൾ ഇവിടെ ഒരു മാപ്പ് കാണാം. ആ മാപ്പിൽ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും എങ്ങനെ എത്ര ഓർഗനൈസ്ഡ് ആയിട്ടാണ് ഇവിടെ കാലങ്ങൾ ഇവിടെ ഇവർ ചെയ്തിരിക്കുന്നത്, എത്ര കാര്യങ്ങളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് എന്നൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ശരിക്കും ആദ്യമായിട്ട് ഈ ജർമ്മൻസ് ഈ പോളണ്ട് കൈയടക്കി, അതായത് വേൾഡ് വാർ 2 സമയത്ത് പോളണ്ട് കൈയടക്കി ജർമ്മൻസ് ഈ നാസികൾ കയറി വന്നു. അവർ ശരിക്കും ആദ്യം തടവിലാക്കിയത് ഈ പോളിഷ് ആളുകളെയാണ്. പ്രത്യേകിച്ച് മറ്റേ പോലീസുകാരെയും അതേപോലെ തന്നെ അവിടുത്തെ രാഷ്ട്രീയ ആളുകളെയൊക്കെയാണ് അവിടെ ആദ്യമായിട്ട് തടവിലാക്കിയത്. പിന്നീടാണ് പല രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും യൂറോപ്പിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ജൂതന്മാരെ അവിടേക്ക് കൊണ്ടുവന്ന് തുടങ്ങിയത്. ശരിക്കും കുറേ ക്രൂരതകൾ, അതായത് ഗൈഡ് ഓരോ കാര്യങ്ങളിൽ നിന്ന് വിവരിച്ചു തരുന്ന കേട്ട് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു അക്ഷരം നമുക്ക് മിണ്ടാൻ പറ്റാത്ത രീതിയിൽ ശ്വാസോച്ഛ്വാസം മാത്രമാണ് നമുക്ക് അവിടെ കേൾക്കാൻ സാധിക്കുന്ന ശബ്ദം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ മുമ്പിൽ കാണുന്ന ഗേറ്റ് എന്ന് പറയുന്നത്, അതിൻ്റെ മുമ്പിൽ എഴുതിയിരിക്കുന്നത് അധ്വാനം നിങ്ങളെ സ്വതന്ത്രമാക്കും എന്നുള്ളതാണ്. അതായത് ജോലി ചെയ്യൂ, അധ്വാനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സ്വതന്ത്രരാകും എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. പക്ഷേ ഇവിടെ വന്നിരുന്ന ഒരു മനുഷ്യൻ പോലും ജോലി ചെയ്തിട്ട് സ്വതന്ത്രരായിട്ടില്ല എന്ന് തന്നെ പറയണം. അവസാനം സോവിയറ്റുകാർ വന്ന് രക്ഷപ്പെടുത്തിയ കുറച്ച് ആൾക്കാർ ഒഴികെ ബാക്കിയുള്ള ഇവിടെ വന്നിരിക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാരെ അധ്വാനിച്ച് കൊലപ്പെടുത്തി
ചരിത്രം മാത്രമാണ് കോൺസെൻട്രേഷൻ ക്യാമ്പുകൾക്ക് പറയാനുള്ളത്. അതായത് വന്ന് പണിയെടുപ്പിച്ചും പണിയെടുപ്പിക്കാതെയും ഒക്കെ കൊലപ്പെടുത്തിയ ചരിത്രം മാത്രമാണ് നമുക്ക് കോൺസെൻട്രേഷൻ ക്യാമ്പുകൾക്ക് പറയാനുള്ളത്. ഈ കാണുന്നത് ഇവിടുത്തെ ഒരു അടുക്കളയാണ്. അത് കാണുന്നത് നമുക്ക് ഇവിടെ അടുക്കള എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണമൊക്കെ പേരിന് മാത്രമൊക്കെയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ അവിടുത്തെ ഒരു അടുക്കള ബിൽഡിംഗ് ആണ് നമുക്ക് കയറി വരുമ്പോൾ കാണാൻ സാധിക്കുന്നത്. ചുറ്റിനും കമ്പി വേലികളല്ല, അതും ഇലക്ട്രിക് ഫെൻസുകളൊക്കെ കൊടുത്തിട്ടാണ് നിർമ്മാണം. ഒരു മനുഷ്യന് പോലും അകത്തുനിന്ന് പുറത്തേക്കോ പുറത്തുനിന്ന് അകത്തേക്കോ അനധികൃതമായിട്ട് വരാനോ പോകാനോ സാധിക്കാത്ത രീതിയിലാണ് അവിടുത്തെ നിർമ്മാണം. ഈ കാണുന്ന കെട്ടിടങ്ങളൊക്കെ നമുക്ക് നോക്കുമ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഇഷ്ടിക കെട്ടിടങ്ങൾ, ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള കെട്ടിടങ്ങൾ. പക്ഷേ ആ കെട്ടിടങ്ങളിലൊക്കെ നടന്ന ക്രൂരതകൾ എന്ന് പറയുന്നത് നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറമാണെന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. അത്ര ക്രൂരമായിട്ടുള്ള കാര്യങ്ങളാണ് നാസികൾ ഇവിടെ ചെയ്തു കൂട്ടിയത്. ഈ ഇലക്ട്രിക് ഫെൻസുകൾ വെച്ചിട്ടുണ്ട്. ഈ ഇലക്ട്രിക് ഫെൻസൊക്കെ ആരെങ്കിലും ചാടി കടന്നു കഴിഞ്ഞാൽ കൊല്ലുക എന്നുള്ളതായിരുന്നു. അത് മാത്രമല്ല, ചാടിക്കടന്നു കഴിഞ്ഞാൽ ആ ചാടിക്കടന്ന ആളുകളുടെ, അതിനെപ്പറ്റിയൊക്കെ പറയാം. അതൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. ഇവർ ചെയ്ത ക്രൂരതകളെന്ന് പറയുന്നത് അന്യായമാണെന്ന് പറഞ്ഞാൽ അന്യായമാണ്. അതായത് പലതരത്തിലുള്ള സംഭവങ്ങൾ, ഒത്തിരി മെഡിക്കൽ എക്സ്പെരിമെൻറ്റ്സ് മുതൽ പല കാര്യങ്ങളും ഇവിടെ ചെയ്തിരിക്കുന്നവർ. ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷനായിട്ട് ഞാൻ കണ്ടത് ഈ ഇവരുടെ ഒരു പ്ലാനിങ്, അതായത് ഈ കെട്ടിടങ്ങൾ നിർമ്മിച്ചതിലെ ഒരു പ്ലാനിങ് വളരെ കൃത്യതയോടുകൂടി പല സ്ഥലത്തും ഒരേ രീതിയിൽ ഒരേ രൂപത്തിൽ കെട്ടിടങ്ങൾ നിർമ്മിച്ചിരിക്കുന്നു, ആളുകളെ കൊണ്ട് പണിയെടുപ്പിച്ചിരിക്കുന്നു. അത് ശരിക്കും ആ കാലത്ത് അവർ ചെയ്തത് ഭയങ്കര ഒരു വെൽ പ്ലാനിങ്ങോടുകൂടി ചെയ്തൊരു കാര്യമാണ്. പിന്നെ ഈ സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ ധാരാളം നടക്കാനുണ്ട്. ഇതൊരു വീൽ ചെയർ ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്ഥലമല്ല. 7-8 കിലോമീറ്റർ നടന്നാൽ മാത്രമേ നമുക്ക് ഈ 2 ക്യാമ്പുകൾ കണ്ടു തീർക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ നടക്കാൻ പ്രാപ്തിയുള്ള ആളുകൾ മാത്രം ഇങ്ങോട്ടേക്ക് വന്നാൽ മതി എന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഞാൻ തന്നെ ഈ ഒരു ദിവസം എത്രയധികം നടന്നു എന്ന് എനിക്ക് ഒരുറപ്പുമില്ല. നമ്മളിപ്പോൾ ആക്ച്വലി കയറാൻ പോകുന്നത് 4-ാം നമ്പർ ബ്ലോക്കിലാണ്. ക്രൂരതയുടെ ഏറ്റവും വലിയ എക്സാമ്പിൾ നമുക്കിവിടെ കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഈ 4-ാം നമ്പർ ബ്ലോക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ദോസ് ഹു ഡു നോട്ട് റിമെമ്പർ ദ പാസ്റ്റ് ആർ കണ്ടംഡ് ടു റിപ്പീറ്റ് ഇറ്റ് എന്ന് പറഞ്ഞ് ഒരു മഹത് വചനം നമുക്കിവിടെ കാണാം. നമ്മളിപ്പോൾ ഈ കാണുന്നത് യൂറോപ്പിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഓഷ്വിറ്റ്സിലേക്ക് ആളുകളെ കൊണ്ടുവന്നതിൻ്റെ ഒരു മാപ്പാണ്. അതായത് ഇവിടെ പ്രസനേഴ്സായിട്ട് കൊണ്ടുവന്ന ആളുകൾ സത്യം പറഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ, പോളിഷ് രാഷ്ട്രീയ തടവുകാരായിരുന്നു ആദ്യമായിട്ട് വന്നത്. അതിനുശേഷമാണ് ജൂതന്മാരെ ഇവിടേക്ക് കൊണ്ടുവന്നത്. ഈ ജൂതന്മാർ വന്ന കഥകളും അതേപോലെ തന്നെ അവരെ എങ്ങനെയാണ് കൊണ്ടുവന്നത്, ഏത് രീതിയിലാണ് തരംതിരിച്ചത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഗൈഡ് നമ്മളോട് പറഞ്ഞു തന്നിരുന്നത്. ഇവിടെ കുറേ ചിത്രങ്ങളും കുറേ മഹത് വചനങ്ങളും ഒക്കെ എഴുതി വെച്ചിട്ടുള്ള ഒരു സംഭവം നമുക്ക് കാണാൻ സാധിക്കും. അതായത് സോവിയറ്റ് പ്രിസണേഴ്സ് ഉണ്ടായിരുന്നു, അങ്ങനെ പല ആളുകളും ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ക്യാമ്പിലെ ആദ്യത്തെ തടവുകാരെന്ന് പറയുന്നത് സ്ത്രീകളും സോവിയറ്റ് പ്രിസണേഴ്സും ഒക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ കണക്കുകളാണ് ഇവിടെ എഴുതി കാണിക്കുന്നത്. 1 ലക്ഷത്തിലധികം വരുന്ന ജൂതന്മാർ, 1.5 ലക്ഷത്തോളം വരുന്ന പോളണ്ടിലെ ആളുകൾ, 23,000 റോമാക്കാർ, 15,000 സോവിയറ്റുകാർ, 25,000 പ്രിസണേഴ്സ് ഫ്രം അതർ എത്നിക് ഗ്രൂപ്പ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലതരത്തിലുള്ള ആളുകളുടെ കണക്കുകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ക്ഷമിക്കണം, 1 ലക്ഷമല്ല, 11 ലക്ഷത്തിലധികം വരുന്ന ജൂതന്മാർ എന്നാണ് കേട്ടോ. 1 ലക്ഷം എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിക്കരുത്, 11 ലക്ഷത്തിലധികം വരുന്ന ജൂതന്മാർ. Jews are a race that must be totally exterminated എന്നാണ് ഗവർണർ ജനറൽ ഇൻ നാസി ഓക്യുപ്പൈഡ് പോളണ്ട് പറഞ്ഞത്. അതായത് ജൂതന്മാർ എന്ന് പറയുന്ന ആ ഒരു വംശത്തെ നമുക്ക് പൂർണ്ണമായിട്ടും ഈ ലോകത്തു നിന്നും ഇല്ലാതാക്കണം എന്ന് ഒരാൾ പറഞ്ഞ് അതിനുവേണ്ടി അവർ മുന്നിട്ടിറങ്ങി ചെയ്ത പ്രവൃത്തികളുടെ ക്രൂരതകളുടെ കഥ പറയുന്ന സ്ഥലമാണ് ഓഷ്വിറ്റ്സിലെ ഈ കോൺസെൻട്രേഷൻ ക്യാമ്പ് എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് ഹംഗറിയിൽ നിന്നും കൊണ്ടുവന്ന ഒരു ജൂത കുടുംബത്തിൻ്റെ ചിത്രമാണ്. ആദ്യമായിട്ട് ഇവിടെ കൊണ്ടുവന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളിലാണ് ഇവരുണ്ടായിരുന്നത്. ഹംഗറിയിൽ നിന്ന് ഡീപ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്ന ആ കുട്ടികളുടെയൊക്കെ മുഖം നിങ്ങളൊന്ന് നോക്കൂ. മരണത്തിലേക്ക് പോവുകയാണെന്ന് പോലും അറിയാതെ എവിടേക്ക് പോവുകയാണ്, എന്തിനു പോവുകയാണ്, എങ്ങനെ ഇവിടെ എത്തുന്നു, എന്ത് ചെയ്യാൻ പോകുന്നു, എന്തിനാണ് ഞങ്ങളുടെ ഫോട്ടോ എടുക്കുന്നത് എന്നുള്ള രീതിയിൽ തുറിച്ചു നോക്കുന്ന ആ കുട്ടികളൊക്കെ കൊണ്ടുവന്ന ആ സെക്കൻഡിൽ തന്നെ അവരെ കൊലപ്പെടുത്തുകയാണ് ഉണ്ടായിരുന്നത്. എന്തിനാണ് ഞങ്ങൾ മരിക്കുന്നത് എന്ന് പോലും അറിയാതെ വന്ന് കൊല്ലപ്പെടുന്ന ആളുകൾ, അവരെയാണ് നമ്മളിവിടെ കണ്ടത്. ഇവരെ കൊണ്ടുവന്നതിനൊരു പ്രത്യേക രീതികളുണ്ടായിരുന്നു. തുടക്കത്തിൽ ഈ മാർച്ച് പാസ്റ്റ് ചെയ്തും പിന്നെ കാൽനടയായിട്ട് പല രീതിയിലും മറ്റുമൊക്കെയാണ് ഇവിടെ ആളുകളെ കൊണ്ടുവന്നത്. അതിനുശേഷം തൊട്ടടുത്തുള്ള ഓസ്വീച്യം എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നും ഇവർ ബർക്കിനോ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഒരു റെയിൽവേ ട്രാക്ക് പണിത്, റെയിൽവേ സ്റ്റേഷൻ പോലെയൊക്കെ പണിത്, ട്രെയിനിലെ വാഗണുകളിൽ കുത്തി നിറച്ചാണ് ഇവരെ പല സ്ഥലങ്ങളിൽ നിന്നും കൊണ്ടുവന്നത്. ദിവസങ്ങളോളം ട്രെയിനിൽ യാത്ര ചെയ്ത്, അതായത് തിങ്ങിക്കൂടി
വായുവും ഭക്ഷണവും പ്രോപ്പറായിട്ട് കിട്ടാതെ, വെള്ളം പോലും പ്രോപ്പറായിട്ട് കിട്ടാതെ, ശരിക്കും ശ്വസിക്കാതെ പോലും പല രാജ്യങ്ങളിൽ നിന്നും ഇവിടേക്ക് ജൂതന്മാരെ ഇവർ കൊണ്ടുവന്നു. പല ട്രാൻസിറ്റ് ക്യാമ്പുകളിൽ നിന്നും ജൂതന്മാരെ ഇവിടേക്ക് കൊണ്ടുവന്നു. ഇവിടെ കൊണ്ടുവന്നിട്ട് വരി നിർത്തിയിരിക്കുന്നതാണ് ഈ കാണുന്നത്. ഇവർ ട്രെയിനിൽ നിന്നും ഇറക്കി ഇവരുടെ ആദ്യത്തെ പരിപാടികൾ എന്ന് പറയുന്നത് ആളുകളെ സോർട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു. അതായത് പണിയെടുക്കാൻ ആരോഗ്യമുള്ള ആണുങ്ങളെ ഇവർ സെപ്പറേറ്റ് ഡോക്ടർമാരുടെ സഹായത്തോടു കൂടി പരിശോധനകൾ നടത്തി മാറ്റി നിർത്തി. വൃദ്ധരായിട്ടുള്ള ആളുകളും പിന്നെ സ്ത്രീകളും കൊച്ചുകുട്ടികളെയൊക്കെ ഇമ്മീഡിയറ്റ്ലി ആദ്യമേ തന്നെ കൊണ്ടുപോയി അങ്ങ് കൊലപ്പെടുത്തുന്ന രീതിയായിരുന്നു ഇവരുണ്ടായിരുന്നത്. കാരണം കൊച്ചുകുട്ടികളെയും അതേപോലെ തന്നെ വൃദ്ധരായിട്ടുള്ള ആളുകളെയൊക്കെ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, അവരെ കൊണ്ട് പണിയെടുപ്പിക്കാൻ സാധിക്കില്ല, വെറുതെ അവരെ ഭക്ഷണം കൊടുത്ത് പോറ്റണ്ട എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അവരെ തുടക്കത്തിൽ തന്നെ കൊണ്ടുവന്ന് കൊലപ്പെടുത്തുകയാണ് ഇവർ ബേസിക്കലി ചെയ്തത്. അത്ര ക്രൂരന്മാരായിരുന്നു ഇവന്മാർ ചെയ്തിരുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. ആ ക്രൂരതകളൊക്കെ വിവരിച്ചു വരുന്ന ഗൈഡിൻ്റെ മുഖത്തെ ആ ഒരു അമർഷം പോലും എനിക്ക് അവിടെ നിന്ന് കാണാൻ സാധിച്ചു. ദിവസങ്ങളോളം എല്ലാ ദിവസവും ഇതേ കഥ പറയുന്ന അയാൾക്ക് ഈ ഒരു ഫീലും ആ ഒരു വിഷമത്തോടു കൂടിയും ദേഷ്യത്തോടു കൂടിയും സഹതാപത്തോടു കൂടിയും എന്നും ഞങ്ങളോട് സംസാരിക്കാൻ സാധിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്കിനും അത് സത്യം പറഞ്ഞാൽ അത് അവരെ സമ്മതിച്ചു കൊടുത്തേ മതിയാവുള്ളൂ. ആ കുത്തി നിറച്ചു കൊണ്ടുവന്ന വാഗണിൽ നിന്നും പുറത്തേക്ക് ആളുകളെ ഇറക്കുന്ന ദൃശ്യമാണ് നമുക്ക് ഈ ഫോട്ടോകളിലൂടെ പ്രകടമാവുന്നത്. കുട്ടികളും ഫാമിലി മൊത്തത്തിലും എല്ലാവരും, കൊച്ചുകുട്ടികൾ മുതൽ വൃദ്ധരായിട്ടുള്ള ആളുകൾ വരെ അവർ ഏതോ ഒരു സ്ഥലത്തേക്ക് എങ്ങനെയോ കൊണ്ടുപോകുന്നു, എന്തിനോ കൊണ്ടുപോകുന്നു. അവരേതോ ഒരു ടൗൺഷിപ്പ് പോലെയുള്ളൊരു നഗരം പോലെയുള്ളൊരു സ്ഥലത്തേക്ക് വന്ന് ഇറങ്ങുന്നു. ഞങ്ങൾ എവിടെയാണ് വന്നത്, ഞങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, ഞങ്ങൾ ഇനി എന്ത് ചെയ്യും, ഞങ്ങൾ എന്തിനാണ് ഇവിടേക്ക് കൊണ്ടുവന്നത് എന്ന് പോലും അറിയാതെ വന്ന ഒരു കൂട്ടം ആളുകൾ. ആ ഒരു കൂട്ടം ആളുകൾ എന്തോരം പ്രതീക്ഷയോടുകൂടി അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്ന ആളുകളാണ്. അവരെ ഹിറ്റ്ലർ എന്ന് പറഞ്ഞ ഒരു ഏകാധിപതിയുടെ ആ ഒരു ജൂതന്മാരെ കൊലപ്പെടുത്തണമെന്നുള്ള ഒരു തീരുമാനത്തിൻ്റെ പുറത്ത് അവരെ കൊണ്ടുവന്ന് കൊലപ്പെടുത്തുകയാണ് ശരിക്കും ഇവിടെ നടന്നത്. അതിൻ്റെ ക്രൂരതകൾ വിവരിക്കുന്ന കുറേ ചിത്രങ്ങളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. സെലക്ഷന് വേണ്ടി ആളുകളെ ട്രെയിനിൽ നിന്നും ഇറക്കി പ്ലാറ്റ്ഫോമിൽ നിർത്തിയിരിക്കുന്ന ചിത്രമാണ് നമുക്കിപ്പോൾ ഇവിടെ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മളൊന്നും വിചാരിക്കാത്തതിനപ്പുറത്തെ കാര്യങ്ങളാണ് സത്യം പറഞ്ഞാൽ ഇവിടെ നടന്നത്. ഇവിടെയുള്ള പല ബ്ലോക്കുകളും എനിക്ക് കയറി സന്ദർശിക്കാൻ സാധിച്ചില്ല. പക്ഷേ ഇവിടെയുള്ള പല ബ്ലോക്കുകളിലും കയറി സന്ദർശിച്ച് കഴിഞ്ഞാൽ നമുക്ക് സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ സ്വർഗത്തിലാണ് താമസിക്കുന്നത്, നമ്മളൊക്കെ സ്വർഗത്തിലാണ് ജീവിക്കുന്നത്. നമ്മളൊന്നും ഒരു കാര്യത്തിനും പരാതി പറയില്ല, കുറ്റം പറയില്ല, പരിഭവം പറയില്ല. അതൊരു ശരിക്കും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വന്ന് കാണേണ്ട ഒരു സ്ഥലമാണെന്ന് ഞാൻ പറയുള്ളൂ. നോക്കൂ, ആ കുട്ടികളുടെയൊക്കെ മുഖം നോക്കൂ, അവരൊക്കെ നിൽക്കുന്നത് നോക്കൂ. അവരൊക്കെ സത്യം പറഞ്ഞുകൊണ്ടല്ലോ എനിക്ക് അവിടെ നിന്ന് എൻ്റെ കണ്ണുകൾ നിറഞ്ഞ് ഞാനൊരു വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു ഇന്നത്തെ ഒരു ദിവസം മുഴുവൻ എന്ന് എനിക്ക് പറയേണ്ടിയിരിക്കുന്നു. തുടക്കത്തിൽ തന്നെ ഗ്യാസ് ചേമ്പറുകളിലേക്ക് പോയ ആളുകളാണ് ആ കുട്ടികളൊക്കെ. ആ കുട്ടികളെ ഒന്നും ഒരു നിമിഷം വെച്ചിട്ടില്ല. വന്നപ്പോൾ തന്നെ ആദ്യം തന്നെ അവർ ചെയ്തത് ആ ഒരു ആണുങ്ങളെയും പെണ്ണുങ്ങളെയും ഫാമിലിയെ സെപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. ആ ഫാമിലിയെ സെപ്പറേറ്റ് ചെയ്ത് രണ്ടുപേരെയും 2 സ്ഥലങ്ങളിലേക്ക് മാറ്റുന്നു. എന്നിട്ട് കുഞ്ഞിനെ കൊണ്ടുപോയി അവർ കൊലപ്പെടുത്തുന്നു, വൃദ്ധരെ കൊണ്ടുപോയി കൊലപ്പെടുത്തുന്നു, ബാക്കിയുള്ളവരെ മൃഗീയമായി പീഡിപ്പിക്കുന്നു, പല രീതിയിൽ പീഡിപ്പിക്കുന്നു. ഹ്യൂമൻ എക്സ്പെരിമെൻറ്റ്സ്, മെഡിക്കൽ എക്സ്പെരിമെൻറ്റുകൾ, അങ്ങനെ എന്തൊക്കെ മൃഗീയമായ കാര്യങ്ങൾ ചെയ്യാമോ അങ്ങനെ ചെയ്യാവുന്നതിൽ ഏറ്റവും മൃഗീയമായിട്ടുള്ള കാര്യങ്ങൾ ലോകത്തിൽ നടന്നിട്ടുണ്ടോ അങ്ങനെയുള്ള പല സംഭവങ്ങളും ഈ ഒരു ക്യാമ്പിൽ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ഗൈഡ് ഞങ്ങളോട് പറയുന്നത്. അവിടെ നിൽക്കുന്ന ഓരോ ആളുകളുടെയും മുഖം നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. എല്ലാവരും അതീവ വിഷമത്തിലാണ്. ഇവിടുത്തെ ആ ഒരു ഗ്യാസ് ചേമ്പറുകളുടെയും അതേപോലെ തന്നെ ഇവിടുത്തെ ആ ഒരു കെട്ടിടത്തിൻ്റെ ഒരു ഇൻ്റർസെക്ഷൻ രൂപമാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നമുക്കത് പ്രോപ്പറായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടി അവിടുത്തെ ആ ഒരു ക്രിമിറ്റേറിയവും അതേപോലെ തന്നെ ആളുകളെ കത്തിച്ച സ്ഥലങ്ങളും മറ്റുമൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അത് ആളുകളെ എങ്ങനെയാണ് വിഷപ്പുക ശ്വസിപ്പിക്കുന്നതിന് വേണ്ടി അതിനകത്ത് കൊണ്ടുപോയിരിക്കുന്നത് എന്നുള്ള രീതിയിലുള്ളൊരു സംഭവമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നമുക്ക് സൈക്ലോൺ ബി എന്ന് പറയുന്ന ആ പെല്ലറ്റുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതായത് സൈക്ലോൺ ബി എന്ന് പറയുന്ന ആ ഒരു സയനൈഡ് കലർന്ന ആ ഒരു മിശ്രിതം ഉപയോഗിച്ചിട്ടാണ് ഇവർ ആളുകളെ കൊലപ്പെടുത്തിയത്. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് സൈക്ലോൺ ബി എന്ന് പറയുന്ന ആ ഒരു പെസ്റ്റിസൈഡാണ് ബേസിക്കലി അത്. ആ ഒരു പെസ്റ്റിസൈഡ് കൊണ്ടുവന്ന കാനിസ്റ്റേഴ്സാണ് നമുക്കിവിടെ സൂക്ഷിച്ചിരിക്കുന്നത്. ലക്ഷക്കണക്കിന് ആളുകളെ കൊല്ലാൻ വേണ്ടി, അതായത് വിഷപ്പുക ശ്വസിപ്പിച്ച് കൊല്ലുന്നതിന് വേണ്ടി നാസികൾ കൊണ്ടുവന്ന വിഷം, അതാണ് സൈക്ലോൺ ബി. ആ സൈക്ലോൺ ബി കൊണ്ടുവന്ന ആ ഒരു കാനിസ്റ്ററുകളാണ് ഇവിടെ ഒരു മുറിയിൽ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നത്. അതിനകത്ത് എന്താണ് പറയുക, ഒന്നും പറയാനില്ല. ഇതൊക്കെ ഇങ്ങനെ വന്ന് കാണാം, അത്രേ ഉള്ളൂ.
1940-ലാണ് ഇവിടെ ആദ്യമായിട്ട് ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ ഇതുപോലുള്ള കെട്ടിടങ്ങൾ പണിയുന്നത്. നമ്മുടെയൊക്കെ നാട്ടിലെ കോളേജുകളും യൂണിവേഴ്സിറ്റികളെക്കാട്ടിൽ വളരെ മികച്ച രീതിയിലുള്ള കെട്ടിടങ്ങളാണ് ഇവിടെ അവർ അന്ന് പണിതത്. പല കെട്ടിടങ്ങളും കാണുമ്പോഴത്തേക്കിനും ഇതെല്ലാം ഒരുമിച്ച് പണിതാണോ എന്നൊരു സംശയം വരും. ഒരിക്കലുമല്ല, ഇതൊക്കെ പതുക്കെ പണിതാണ്. നമ്മളിപ്പോൾ കയറാൻ പോകുന്നത് 5-ാം നമ്പർ ബ്ലോക്കിലാണ്. ഈ 5-ാം നമ്പർ ബ്ലോക്ക് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഇതിനകത്ത് കുറേ സാധനങ്ങളാണ് ഇവർ സൂക്ഷിച്ചിരിക്കുന്നത്. നമ്മൾ ഈ കാണുന്നതൊക്കെ ഇവിടെ വന്ന ലക്ഷക്കണക്കിന് ആളുകൾ ഉപയോഗിച്ചിരുന്ന കണ്ണടകളാണ്. അതായത് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ വന്ന ആളുകൾ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളും അവർ ഈ ക്യാമ്പിലേക്ക് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ജൂതന്മാരുടെ പ്രെയർ ഷോൾസ് അവർ കളക്ട് ചെയ്തത് അത് കൂട്ടിയിട്ടിരിക്കുന്നു. അവരുപയോഗിച്ചിരുന്ന ചീപ്പുകൾ, അവർ മുടി ചീകാൻ ഉപയോഗിച്ചിരിക്കുന്ന ചീപ്പ് മുഴുവൻ ഒരു മുറി മൊത്തം ചീപ്പാണ്. അവർ ഷൂ ക്ലീൻ ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന ബ്രഷുകൾ കൂട്ടിയിട്ടിരിക്കുന്നു. 10,000-കണക്കിന് വരുന്ന ഷൂസും അതേപോലെ തന്നെ ലക്ഷക്കണക്കിന് വരുന്ന വസ്ത്രങ്ങളും, ഇവരുടെയൊക്കെ വസ്ത്രങ്ങളും മറ്റുമൊക്കെ ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇത് കണ്ടപ്പോഴാണ് സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണ് ശരിക്കും പറഞ്ഞാലൊന്ന് കലങ്ങിപ്പോയത്. അതായത് അവിടെ വന്ന അംഗവൈകല്യം സംഭവിച്ച ആളുകൾ ഉപയോഗിച്ചിരുന്ന അവരുടെ കൃത്രിമമായ കാലുകളും കൃത്രിമമായ പല അവരുടെ എക്യുപ്മെൻറ്റ്സും അല്ലെങ്കിൽ അവരുടെ ഉപകരണങ്ങളൊക്കെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതെല്ലാം മാറ്റി അവിടെ കൂട്ടിയിട്ടിരിക്കുകയാണ്. അതായത് ഇവരെ പരിപൂർണ്ണ നഗ്നരാക്കിയിട്ടാണ് സത്യം പറഞ്ഞാൽ ഇവരെ വിഷപ്പുക ശ്വസിപ്പിക്കുന്നതിന് വേണ്ടി ആ ഒരു ചേംബറിലേക്ക് കൊണ്ടുപോയിരുന്നത്. അപ്പോൾ അതിനു മുമ്പ് ഇവരുടെ എല്ലാ സാധനങ്ങളും വാങ്ങിച്ച് മാറ്റി വെച്ച് ഒന്നും പറയണ്ട. ഈ കാണുന്നതൊക്കെ ഇവരുടെ വീടുകളിൽ നിന്നും കൊണ്ടുവന്ന പാത്രങ്ങൾ, പ്ലേറ്റ്, ഗ്ലാസ്, അങ്ങനെ സാധനങ്ങളൊക്കെയാണ്. കാരണം ഇവരാദ്യം വിചാരിച്ചിരുന്നത് ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് ലോകം അറിയുന്നില്ലല്ലോ. ഇന്നത്തെ കാലം പോലല്ലോ ഇന്നത്തെ കാലം. അപ്പം ഇവരെ എങ്ങോട്ടോ പറിച്ചു നടുകയാണ് എന്നുള്ള വിചാരത്തിൽ ഇവരൊരു റീലൊക്കേഷന് വേണ്ടി ഇവരുടെ കുടുംബത്തിൻ്റെ പല സാധനങ്ങളും, വീട്ടിൽ ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ, പാത്രങ്ങൾ, പിന്നെ വസ്ത്രങ്ങൾ, അവരുടെ ബേസിക് നീഡ്സിന് വേണ്ടിയുള്ള സാധനങ്ങൾ, അങ്ങനെയുള്ള പല കാര്യങ്ങളും എടുത്ത് പെട്ടിയിലാക്കിയാണ് ഇവർ ഈ ഒരു ക്യാമ്പിലേക്ക് വന്നത്. ഇവർ ക്യാമ്പിലേക്കാണോ വരുന്നത്, ഇവരെങ്ങോട്ടേക്കാണോ പോകുന്നതെന്ന് ആർക്കും അറിവില്ലായിരുന്നു. ശരിക്കും ഇത് 1940 ആരംഭിച്ച ക്രൂരതകൾ അവസാന കാലഘട്ടമായപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഇവിടെ ഇത്രമാത്രം ക്രൂരതകൾ നടക്കുന്നു എന്നുള്ള കാര്യം പുറം ലോകം പോലും അറിയുന്നത്. അത് ഒരു മനുഷ്യൻ പോലും അറിയാതിരിക്കാനായിട്ട് കൃത്യമായിട്ടുള്ള സർവൈലൻസും കാര്യങ്ങളുമായിരുന്നു ഇവിടെ നടന്നിരുന്നത്. ഇവിടുന്ന് റിസ്ക് എടുത്ത് രക്ഷപ്പെട്ട വളരെ കുറച്ച് ആളുകളുണ്ട്. അവരൊക്കെ പുറത്തു പോയി പല കാര്യങ്ങൾ പറഞ്ഞിട്ടും പല ആളുകളും വിശ്വസിച്ചിരുന്നില്ല. പിന്നീട് ആണ് പല ആളുകളും രക്ഷപ്പെട്ട് വന്ന് അവർ പുറം ലോകവുമായിട്ട് ബന്ധം സ്ഥാപിച്ച് ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ പുറത്തേക്ക് അറിയുന്നത്. ഇവിടെ ഈ ഒരു മുറികൾ കംപ്ലീറ്റ് അവിടെ വന്നിരുന്ന ആളുകളുടെ ഷൂസാണ്. അതിൽ കുഞ്ഞു കുട്ടികളുടെ ഷൂസ് വരെ നമുക്ക് കാണാൻ സാധിക്കും. അതൊക്കെ കാണുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിങ്ങനെ നിന്നലിഞ്ഞു പോകും. എത്ര ആയിരം ആളുകളുടെ എത്ര കുഞ്ഞു പിഞ്ചോമനകളുടെ ഷൂസും ചെരുപ്പുകളുമാണ് ഇവിടെ കിടക്കുന്നതെന്ന് അറിയാമോ? അവരുടെ വസ്ത്രങ്ങൾ, കുഞ്ഞു കുട്ടികളുടെ വസ്ത്രങ്ങളൊക്കെ നമുക്ക് കാണുമ്പോഴത്തേക്കിനും നമുക്ക് കുറച്ചെങ്കിലും ഹൃദയം അലിവുള്ള ഒരു മനുഷ്യന് ഒരു തുള്ളി കണ്ണുനീര് പൊഴിക്കാതെ നമുക്കൊരിക്കലും ഇതൊന്നും കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ വസ്തുത. ഏതോ ഒരു കുഞ്ഞു വാവയുടെ കുഞ്ഞു വസ്ത്രമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഈ കാണുന്ന പെട്ടികളെന്ന് പറയുന്നത് ഇവരൊക്കെ പേരും അഡ്രസ്സും നമ്പരും ഒക്കെ എഴുതിയിരിക്കുന്നത് കണ്ടോ? ഇതൊക്കെ ഓരോ ആളുകൾ അവരുടെ വീട്ടിൽ നിന്നും കൊണ്ടുവന്ന സാധനങ്ങളാണ്. അവരുടെ സ്ഥാവര ജംഗമ വസ്തുക്കൾ, അവർക്ക് വേണ്ട ഡോക്യുമെൻറ്റ്സും, അവർക്ക് അവരുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവങ്ങളും വിലപിടിപ്പുള്ള സംഭവങ്ങളും പല കാര്യങ്ങളും കൊണ്ടുവന്നിരുന്നു. ഇവിടെ അതെല്ലാം കളക്ട് ചെയ്ത് ഇവർ സൂക്ഷിച്ചു വെച്ചിരുന്നു ഈ നാസികൾ. അങ്ങനെ റീസ്റ്റോർ ചെയ്ത് അമർന്ന് കണ്ടെത്തിയ പല സംഭവങ്ങളുമാണ് നമുക്കിപ്പോൾ ഇവിടെ ഇങ്ങനെ കാണാൻ സാധിക്കുന്നത്. ഞാൻ ആദ്യമായിട്ടായിരിക്കും ഇത്രയധികം വോയിസ് ഓവർ നൽകി ഒരു വീഡിയോ ചിത്രീകരിക്കുന്നത്. അതെനിക്ക് നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ്. ദയവായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. ആദ്യം കൊണ്ടുവന്ന തടവുകാരെ പാർപ്പിക്കാനായിട്ട് സ്ഥലമില്ലാതെ വന്നപ്പോഴാണ് ശരിക്കും അവരെ തന്നെ ഉപയോഗിച്ച് ഇവർ പുതിയ കെട്ടിടങ്ങൾ വീണ്ടും നിർമ്മിച്ച് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ശരിക്കും 1, 2, 3 കെട്ടിടങ്ങളിൽ ആരംഭിച്ച ആ സ്ഥലം പിന്നീട് ഏക്കർ കണക്കിന് വരുന്ന സ്ഥലത്തുള്ള വലിയ ഒരു ടൗൺഷിപ്പ് പോലെയായി മാറി എന്ന് പറയേണ്ടിയിരിക്കുന്നു. നമ്മളിപ്പോൾ നിൽക്കുന്ന ഓഷ്വിറ്റ്സ് 1നും 10 മടങ്ങ് വലിപ്പമാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് പോകാൻ പോകുന്ന അടുത്ത ഒരു കേന്ദ്രം എന്ന് പറയുന്നത്.
ഇപ്പോൾ നമ്മൾ 7-ാം നമ്പർ ബ്ലോക്കിലേക്കാണ് പോകുന്നത്. നമ്മുടെ ഗൈഡ് നമ്മളെ എല്ലാ സ്ഥലത്തേക്കും കൊണ്ടുപോകുന്നില്ല, പല ബ്ലോക്കുകളും മിസ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം വളരെ വേഗതയിലാണ് പോകുന്നത്. എനിക്ക് അദ്ദേഹത്തിനൊപ്പം ഓടിയെത്താനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല പലതും, കാരണം ഞാൻ ഈ വീഡിയോ ഒക്കെ എടുത്തു നിന്നുകൊണ്ട് എനിക്ക് അതിൻ്റെതായിട്ടുള്ള പരിമിതികളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു. 7-ാം നമ്പർ ബ്ലോക്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ ആദ്യമായിട്ട് കൊണ്ടുവന്ന കുറച്ച് പ്രിസണേഴ്സ് എങ്ങനെയാണ് അവർ ജീവിച്ചിരുന്നത് എന്നൊക്കെയാണ് നമുക്കിവിടെ പ്രധാനമായിട്ട് കാണാൻ സാധിക്കുന്നത്. അതായത് ഒരു മുറിയിൽ എത്ര ബുദ്ധിമുട്ടോടു കൂടിയാണ് അവർ ജീവിച്ചിരുന്നതെന്ന് നമുക്കിവിടെ കാണാം. അതായത് ഒരു ടിപ്പിക്കൽ ഇൻറ്റീരിയറാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. വൈക്കോൽ വിരിച്ച സ്ഥലം, ഒരു തറ. ആ തറയിൽ ആളുകൾ ഇങ്ങനെ അടുക്കി നമ്മൾ ഈ തടിയൊക്കെ വിറകൊക്കെ ഇങ്ങനെ കൂട്ടിയിടുന്ന പോലെയാണ് ആളുകൾ ഇതിനകത്ത് കിടന്നിരുന്നത്. അതിൻ്റെ 1-2 ചിത്രങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഒന്ന് എണീറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകണമെന്നുണ്ടെങ്കിൽ മറ്റൊരാളുടെ ദേഹത്ത് ചവിട്ടാതെ അല്ലെങ്കിൽ കാലിൽ ചവിട്ടാതെ പോകാൻ പറ്റാത്ത രീതിയിലാണ് ഇവിടെ ആളുകളെ കിടത്തിയിരുന്നത്. ഇവിടെ നമുക്ക് ചുമരിൽ കുറേ ചിത്രങ്ങൾ കാണാം. ഈ ചിത്രങ്ങൾ എന്ന് പറയുന്നത് കുറച്ച് ഭാഗ്യവാന്മാരുടെയാണ്. കാരണം ഇവിടെ മരണപ്പെട്ട പല ആൾക്കാരും ആരാണെന്ന് പോലും അറിയാത്ത ആളുകളാണ്. അതായത് എത്ര പേര് മരിച്ചു, എങ്ങനെ മരിച്ചു എന്ന് പോലും ഒരു ബന്ധവും ഇല്ലാത്ത ആളുകളാണ്. പക്ഷേ ഇതുപോലെയുള്ള കുറച്ച് ആളുകൾ അവരുടെ ചിത്രം സഹിതം അവരെവിടെ നിന്ന് വന്നവരാണ്, അവരെ എന്നിവിടെ കൊണ്ടുവന്നു, അവരെ എന്നാണ് കൊലപ്പെടുത്തിയത്, എത്ര മാസം അവരിവിടെ താമസിച്ചു, അവർക്ക് എത്ര വയസ്സുണ്ടായിരുന്നു തുടങ്ങിയ പല വിവരങ്ങളും കൊടുത്തിരിക്കുന്ന ചിത്രം സഹിതമുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. 1942 ജൂൺ 17 കൊണ്ടുവന്ന ആൾ ജൂലൈ മരിച്ചു എന്നൊക്കെ പറഞ്ഞ് കൃത്യമായിട്ടുള്ള കണക്കുകൾ ഇവരുടെ ഉണ്ടായിരുന്നു. ഇതിൽ പലതും നശിപ്പിക്കപ്പെട്ടവയായിരുന്നു. പക്ഷേ അങ്ങനെ ഭാഗികമായി കിട്ടിയ വിവരങ്ങൾ വെച്ചിട്ടാണ് ഇവിടെ അത്തരത്തിൽ ചിത്രങ്ങൾ വെച്ചിരിക്കുന്നത്. എല്ലാവരും നമുക്ക് സ്ട്രൈപ്സോട് കൂടിയ യൂണിഫോം ഒക്കെ ഇട്ടിട്ട് എത്ര കൃത്യതയോടെ എത്ര ഓർഗനൈസ്ഡ് ആയിട്ടാണ് ഈ ഒരു കൊലകളും ഈ ഒരു ക്യാമ്പും മറ്റുമൊക്കെ ഇവിടെ പ്രവർത്തിച്ചതെന്ന് നിങ്ങൾ നോക്കൂ. എത്ര ഓർഗനൈസ്ഡ് ആയിട്ട് എത്ര അച്ചടക്കത്തോടെയാണ് ഇവിടെ ഓരോ കാര്യങ്ങൾ നടന്നത് നിങ്ങൾ നോക്കൂ. കൃത്യമായിട്ടുള്ള യൂണിഫോമുകൾ കൊടുക്കുന്നു അവരെ. അതൊക്കെ ശരിക്കും ഓരോരോ ക്രൈം ചെയ്യുമ്പോഴും ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഇവരൊക്കെ അതിനുവേണ്ടി ചെയ്തിരുന്ന ഒരു എഫേർട്ടും ബാക്കിയുള്ള സംഭവങ്ങളും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ഒന്ന് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. നമുക്ക് ഇവിടുത്തെ പ്രിസണേഴ്സിൻ്റെ, അതായത് ഈ ക്യാമ്പിലെ പ്രിസണേഴ്സിൻ്റെ ലാട്രിൻ സൗകര്യങ്ങളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് പണ്ട് പ്രോപ്പറായിട്ടുള്ള സംഭവങ്ങളില്ലായിരുന്നു. ഇതൊക്കെ പണിയുന്നതിന് മുമ്പായിട്ട് പുറത്ത് നമ്മൾ വെളിക്കരിക്കാൻ പോവുക എന്ന് പറയുന്ന പോലെ പുറത്ത് ആയിരുന്നു ഇവർ കാര്യം സാധിച്ചുകൊണ്ടിരുന്നത്. പിന്നീടാണ് ഇതുപോലെയുള്ള പരിമിതമായ സൗകര്യങ്ങൾ 1ഉം 2ഉം ചെയ്യാൻ വേണ്ടിയുള്ള പരിമിതമായ സൗകര്യങ്ങൾ ഇവർ നിർമ്മിച്ചത്. അതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് കൈ കഴുകാനും അതേപോലെ തന്നെ ചെറുതായിട്ടൊന്ന് കുളിക്കാനും മറ്റുമൊക്കെയുള്ള സ്ഥലം. കുളി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു ഹോളിലേക്ക് ആൾക്കാരെ കയറി വെള്ളം തെറിപ്പിക്കുന്ന പരിപാടിയായിരുന്നു. പിന്നെ കുറച്ച് പോലീസ് ഉദ്യോഗസ്ഥരായിട്ടുള്ള അങ്ങനെയുള്ള കുറച്ച് ആളുകൾക്ക് കിടക്കുന്നതിന് വേണ്ടി ചെറിയൊരു മെത്തയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയുള്ള പല സംഭവങ്ങളും നമുക്കിവിടെ കാണാം. ഇത് വാഷ് ബേസിൻ പോലെയുള്ള കുറച്ച് സൗകര്യങ്ങളാണ്. വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഇതൊക്കെ എത്ര പേര് ഉപയോഗിച്ചിട്ടുണ്ടെന്നും നമുക്കൊരു ഐഡിയ ഇല്ല. ഇതിൽ പലതും പേരിന് മാത്രമായിരുന്നു എന്നും പറയുന്നു. അതേപോലെ തന്നെ പലതും ഇവിടുത്തെ ജീവനക്കാർക്കും മറ്റും ഉപയോഗിക്കുന്നതിന് വേണ്ടിയായിരുന്നു എന്നും പറയുന്നു. അതൊക്കെ കുറച്ച് വ്യക്തത വരേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത്. ഇവിടുത്തെ സൗകര്യങ്ങൾ തികയാതെ വന്നിട്ടാണ് ഇവർ ശരിക്കും പുതിയതായിട്ട് ബിർക്കിനവ് എന്ന് പറയുന്ന നമ്മുടെ ക്യാമ്പുകൾ നിർമ്മിച്ചത്, രണ്ടാമതുള്ളത് നിർമ്മിച്ചത്. ഇതിവിടുത്തെ ഏതോ ഒരു ഉദ്യോഗസ്ഥൻ്റെ ഒരു മുറിയായിരുന്നു. ഉദ്യോഗസ്ഥൻ്റെ സൗകര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ അല്ലേ. പിന്നീട് നമുക്ക് പലതരത്തിലുള്ള മിലിറ്ററി സ്റ്റാൻഡേർഡ്സിലുള്ള കുറേ കാര്യങ്ങൾ ചെയ്തായിട്ടുള്ള ഇൻഫർമേഷനും മറ്റുമൊക്കെ നമുക്കിവിടെ ഉണ്ട്. അതായത് ഇവിടുത്തെ പട്ടാളക്കാർക്കും ബാക്കിയുള്ളവർക്കും വേണ്ടിയുള്ള ബങ്ക് ബെഡുകളും മറ്റുമൊക്കെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഈ പട്ടാളക്കാർ പോലും ഇതിനകത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ പോലും 2-3 പേരൊക്കെയാണ് ഒരു കട്ടിലിൽ കിടന്നിരുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ശരിക്കും ഒരു വംശീയത കൊണ്ട് എന്തൊക്കെയാണല്ലേ സംഭവിക്കുന്നത്. കുറേ ജൂതന്മാരെ കൊന്നൊടുക്കി, കുറേ സോവിയറ്റുകാർ മരിച്ചു, കുറേ നഗരങ്ങൾ നശിപ്പിച്ചു. എന്തിനാണ് കൊല്ലുന്നത്, എന്തിനു കൊല്ലുന്നു, എന്ത് സംഭവിക്കുന്നു എന്ന് പോലും അറിയാതെ കുറേ കാര്യങ്ങൾ നടക്കുന്നു. എന്താ അല്ലേ, ഒന്നും പറയണ്ട. എൻ്റെ ഗൈഡ് ഓട്ടമാണ്. ഓരോ സ്ഥലങ്ങളിലൂടെ ഇങ്ങനെ പോകും. ഞാനിങ്ങനെ നടന്ന് പുറകെ പോകും. ചിലപ്പോൾ അദ്ദേഹം പറയുന്നതൊക്കെ എൻ്റെ ചെവിയിൽ കേൾക്കാൻ പറ്റാത്ത രീതിയിലായി മാറും. അപ്പോൾ അയാൾ ഒത്തിരി ദൂരെ പോയി എന്ന് എനിക്ക് മനസ്സിലാവും. ഞാൻ അന്നേരം തിരിച്ച് പുറകെ ഇറങ്ങി ഓടും. ശരിക്കും ഒറ്റയ്ക്ക് വന്നിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും പോലും ചിത്രീകരിക്കാൻ സാധിക്കില്ലായിരുന്നു എന്നാണ് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത്. പിന്നെ ഇവിടുത്തെ ഏറ്റവും ഭയങ്കര ക്രൂരത എന്ന് പറയുന്നത് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന ഈ ക്യാമ്പിൽ നടന്ന പല കാര്യങ്ങളുമാണ്. അതായത് മെഡിക്കൽ എക്സ്പെരിമെൻറ്റുകൾ. അതായത് എൻ്റെ പൊന്നൊന്നും പറയണ്ട. ചില ക്യാമ്പുകളിലൊക്കെ കയറിക്കഴിഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങളും കാണാൻ സാധിക്കും. ചില ബ്ലോക്കുകളിൽ കയറിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ എഴുതിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ വായിച്ച് നോക്കിയാൽ തന്നെ നമുക്ക് കരയാൻ പോലും പറ്റാത്ത രീതിയിലുള്ള വിഷമമാവും. ആളുകളെ വെടിവെച്ച് കൊണ്ടിരുന്ന സ്ഥലമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ ചെറിയ കുറ്റങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ ആരെങ്കിലും തടവ് ചാടാൻ ശ്രമിച്ചാലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും തരത്തിലുള്ള സംഭവം വന്നു കഴിഞ്ഞാൽ ആ ഒരു
ഗ്യാസ് ചേമ്പറിൽ വിട്ട് വിഷപ്പുക ശ്വസിപ്പിക്കുന്നത് ഗ്രൂപ്പായിട്ടായിരുന്നു. പക്ഷേ 1-2 ആളുകളെയൊക്കെ കൊലപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ഇവരിതുപോലെ സിമ്പിളായിട്ട് ഇവിടെ കൊണ്ടുവന്ന് ചെറിയ രീതിയിൽ വിചാരണയൊക്കെ ചെയ്ത് വെടിവെച്ചങ്ങ് കൊല്ലുമായിരുന്നു. അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതൊരു വിചാരണ മുറിയാണ് കാണുന്നത്. അതേപോലെ തന്നെ അതിൻ്റെ ഇപ്പുറത്തായിട്ട് നമുക്ക് ഇവിടുത്തെ ക്യാമ്പിലെ കുറച്ച് സോവിയറ്റ് ആളുകളെ കിടത്തിയിരുന്ന ഒരു മുറി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവർ വിചാരണയും പരിപാടികളും അങ്ങനെ പല കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. പിന്നെ ഈ ഒരു സ്ഥലം സോവിയറ്റുകാർ വന്ന് പിടിച്ച് എടുത്ത സമയത്ത് ഇവിടെ കുറച്ച് മൃതദേഹങ്ങൾ കണ്ടെത്തിയിരുന്നു ഈ സ്ഥലത്തിൻ്റെ ബേസ്മെൻറ്റിൽ നിന്നും. അതായത് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന ഈ ബ്ലോക്കിലാണ് ഇവരാദ്യമായിട്ട് സൈക്ലോൺ ബി എന്ന് പറഞ്ഞ ദ്രാവകം ശ്വസിപ്പിച്ച് കൊല്ലുന്നതിന് വേണ്ടിയുള്ള സ്ഥലമുണ്ടാക്കിയത്. ഈ കാണുന്നത് ആളുകളെ വെടിവെച്ച് കൊല്ലുന്നതിന് കൊണ്ടുപോകുന്നതിന് വേണ്ടി തൊട്ട് മുമ്പായിട്ട് സ്ത്രീകൾക്ക് അവരുടെ വസ്ത്രം ഉരിഞ്ഞ് കളയുന്നതിന് വേണ്ടിയുള്ളൊരു സ്ഥലമായിരുന്നു. സ്ത്രീകൾ അവിടെ വസ്ത്രം ഉരിഞ്ഞ് കളഞ്ഞതിന് ശേഷം വിവസ്ത്രരാക്കിയിട്ട് അവിടെ പുറത്ത് കൊണ്ടുപോയി നിർത്തിയാണ് എല്ലാവരെയും ഇവർ വെടിവെച്ച് കൊണ്ടിരുന്നത്. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ എന്താണ് അതിൻ്റെ കാരണങ്ങളെന്നുള്ളത്. 1941 സെപ്റ്റംബറിലാണ് ഇവിടെ ആദ്യമായിട്ട് എക്സ്പെരിമെൻ്റൽ മാസ് കില്ലിംഗ് നടന്നത്. അതായത് സൈക്ലോൺ ബി എന്ന് പറഞ്ഞ ആ ദ്രാവകം ഉപയോഗിച്ച് 600 സോവിയറ്റ് പ്രസനേഴ്സിനെയാണ് ഇവർ ആദ്യമായിട്ട് കൊലപ്പെടുത്തിയത്. അതിൻ്റെ കൂട്ടത്തിൽ 250 പോളിഷ് പ്രസനേഴ്സും ഉണ്ടായിരുന്നു. അവരെ സെലക്ട് ചെയ്ത് കൊണ്ടുപോയി കൊലപ്പെടുത്തുകയായിരുന്നു. ആ സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. അണ്ടർഗ്രൗണ്ടിലാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്ന ആ ബിൽഡിങ്ങിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ വന്നിരിക്കുന്ന ഈ ഒരു സ്ഥലത്തേക്ക് ഇറങ്ങി വരുമ്പോഴത്തേക്കിനും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതുപോലെയുള്ള ചേമ്പറുകളാണ്. ഇതുപോലെയുള്ള ചേമ്പറുകളിൽ ആളുകളെ കുത്തി നിറച്ച് കയറ്റി നിർത്തി അതിനകത്ത് സൈക്ലോൺ ബി ദ്രാവകം കടത്തിവിട്ട് അത് ശ്വസിച്ച് ഒരു 10 മിനിറ്റ് പോലും വേണ്ട, ആ 10 മിനിറ്റിനുള്ളിൽ അവരെല്ലാവരും, അല്ലാതെ ഏറ്റവും വീക്കായിട്ടുള്ള ആളുകൾ ആദ്യം മരണപ്പെടും. കുറച്ച് ആരോഗ്യമുള്ള ആളുകൾ മാക്സിമം 10 മിനിറ്റ് സമയമെടുക്കും. ആ 10 മിനിറ്റ് സമയത്തിനുള്ളിൽ എല്ലാവരും അവിടെ മരിച്ചു വീഴുന്ന ഒരു അവസ്ഥയിലാണ് ഇവർ കൊല വിളിച്ചുകൊണ്ടിരുന്നത്. അത് കാണാൻ വേണ്ടി ഇതിനകത്തോട്ട് ഒരു ദ്വാരവും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അകത്ത് ആളുകൾ മരിച്ചു കഴിഞ്ഞോ എന്നൊക്കെ നോക്കാൻ വേണ്ടി. അങ്ങനെ ആളുകളെല്ലാം മരിച്ചോ എന്ന് ഉറപ്പായി കഴിയുമ്പോഴത്തേക്കിനും അത് ആ ഒരു വുഡൻ ഡോർ തുറന്ന് അവരെ പുറത്തെടുത്ത് കൊണ്ടുപോയി ക്രിമറ്റോറിയത്തിൽ കത്തിച്ച് കളയുന്ന രീതിയായിരുന്നു. ആ കത്തിച്ച് കളഞ്ഞുകൊണ്ടിരുന്നത് ഇനി മരിക്കാൻ തയ്യാറായി നിൽക്കുന്ന മറ്റ് പ്രസനേഴ്സായിരുന്നു ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. ഈ പ്രസനേഴ്സിനെ വെച്ച് കൊല്ലുന്നു. ഈ പ്രസനേഴ്സ്, അതായത് ഈ ജോലി ചെയ്യുന്ന പ്രസനേഴ്സ് കുറച്ച് കഴിഞ്ഞ് അവർ മരിക്കുന്നു. അങ്ങനെ സത്യം പറഞ്ഞാൽ ഇവിടെ വന്ന ഒരു മനുഷ്യനും ജീവനോടെ പുറത്തേക്ക് പോയിട്ടില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇതുപോലെയുള്ള ചെറുതും വലുതുമായിട്ടുള്ള ധാരാളം മെമ്മോറിയൽസ് നമുക്ക് പല സ്ഥലത്ത് കാണാൻ സാധിക്കും. അവിടെയൊക്കെ ആളുകൾ പൂച്ചെണ്ടുകൾ സമർപ്പിച്ചിരിക്കുന്നതും പൂക്കളും മറ്റുമൊക്കെ സമർപ്പിച്ചിരിക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമ്മൾ പോകാൻ പോകുന്ന സ്ഥലം, അതെനിക്ക് നിങ്ങളോട് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. അതിനെപ്പറ്റി ഞാൻ കൂടുതൽ കാണിക്കുന്നില്ല. നേരത്തെ നമ്മൾ പോയ സ്ഥലത്ത് ആ ഒരു പെട്ടിയും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ കണ്ട സ്ഥലത്ത് അവിടെ ഒരു സ്ഥലമുണ്ടായിരുന്നു. അവിടെ ആക്ച്വലി വീഡിയോ എടുക്കാനോ ഫോട്ടോ എടുക്കാനോ പാടില്ല എന്ന് അവർ എഴുതി വെച്ചിരുന്നു. ഇനി അഥവാ ഇല്ല എന്നുണ്ടെങ്കിൽ പോലും ഞാനത് എടുക്കില്ലായിരുന്നു. കാരണം അവിടെ മരണപ്പെട്ട സ്ത്രീകളുടെ മുടി വെച്ചുണ്ടാക്കിയ ഓരോ സാധനങ്ങൾ, അതായത് കാർപ്പറ്റും അതുപോലെയുള്ള പല സംഭവങ്ങളുമാണ് എനിക്ക് അവിടെ കാണാൻ സാധിച്ചത്. അത് നമുക്ക് അധികം നേരം കണ്ടു നിൽക്കാൻ പറ്റാത്തൊരു കാഴ്ചയായിരുന്നു. ഇവർ പല രീതിയിൽ ഇവിടെ ആളുകളെ കൊന്നിരുന്നിട്ടുണ്ട്. വെടിവെച്ച് കൊന്നിരുന്നു, ഗ്യാസ് ചേമ്പറിൽ കൊന്നിരുന്നു, അതേപോലെ തന്നെ പബ്ലിക്കായിട്ട് തൂക്കിക്കൊന്നിരുന്നു. അതായത് ഇവരുടെ ഒരു രീതികൾ അംഗീകരിക്കാത്തതോ അല്ലെങ്കിൽ ഇവരെ എതിർത്തതോ ഇവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കാത്തതോ അല്ലെങ്കിൽ അവിടെ നിന്ന് ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ചവരോ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളെയൊക്കെ പല രീതിയിൽ ഇവർ തൂക്കിക്കൊല്ലുകയും പല രീതിയിൽ ഇൻസൾട്ട് ചെയ്ത് കൊല്ലുകയൊക്കെ ചെയ്തിരുന്നു. അതായത് ആളുകളുടെ മുമ്പിൽ വെച്ച് ഇൻസൾട്ട് ചെയ്ത് കൊല്ലുക, അങ്ങനത്തെ ഒരു രീതിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പല രീതിയിൽ പല ദുഷ്ടപ്രവൃത്തികളും ചെയ്ത സ്ഥലം. ഇലക്ട്രിക് കമ്പികൾ 2 ലെയറിൽ വെച്ചിട്ടുണ്ട്. എന്നിരുന്നാലും രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ച് എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട ഏതാനും ആളുകളും ഇവിടെ നിന്നുണ്ട്. ഇലക്ട്രിക് കമ്പികൾ വെച്ച് അതൊക്കെ കാണുമ്പോഴത്തേക്കിനും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 2 ലെയറാണ്, കണ്ടില്ലേ, നോക്കൂ, 2 ലെയർ ഇലക്ട്രിക് കമ്പികൾ. അതിനപ്പുറത്ത് ദൂരെ ചെക്ക് പോസ്റ്റുകൾ കാണാം. നമുക്ക് അവിടെ ഭടന്മാരിങ്ങനെ തോക്കും പിടിച്ചുകൊണ്ട് കാവൽ നിൽക്കുന്ന കാണാം. അത്രയ്ക്ക് സെക്യൂരിറ്റിയും ബാക്കിയുള്ള സംഭവങ്ങളുമുള്ള കോൺസെൻട്രേഷൻ ക്യാമ്പാണ് സത്യം പറഞ്ഞാൽ ഇത്. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കിത് കണ്ടിട്ട് ഇവിടെ ഇങ്ങനെ നടന്നിട്ട് എനിക്കിപ്പോൾ സംസാരിക്കുമ്പോൾ പോലും എനിക്കിത് ഈ വോയിസ് ഓവർ ചെയ്യുന്ന സമയത്ത് പോലും എനിക്കിത് പ്രോപ്പറായിട്ട് എനിക്കിതിൻ്റെ ആ ഒരു ഇതെനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. ഒരു വല്ലാത്തൊരു നൊമ്പരവും അതേപോലെ തന്നെ എനിക്ക് വാക്കുകൾ പോലും കിട്ടാത്ത ഒരു സാഹചര്യമായി മാറി എന്നുള്ളതാണ്. പിന്നെ ഇവിടെ ഒരു ജർമ്മൻ ഗൈനക്കോളജിസ്റ്റ് ഉണ്ടായിരുന്നു. ആ പുള്ളിക്കാരിയുടെ പ്രധാന വിനോദം എന്ന് പറയുന്നത് ഇവിടുത്തെ സ്ത്രീകളെ, അതായത് ഈ ക്യാമ്പിലെ ജൂത സ്ത്രീകളെ തെരഞ്ഞു പിടിച്ചിട്ട് അവരിൽ എക്സ്പെരിമെൻറ്റുകൾ നടത്തുക എന്നുള്ളതായിരുന്നു. അതായത് ഈ അനസ്തേഷ്യ പോലും കൊടുക്കാതെ ശരീരം കീറി മുറിച്ച് പല കാര്യങ്ങളും ചെയ്യുക,
പലതരത്തിലുള്ള സംഭവങ്ങൾ ചെയ്യുക, കൊച്ചുകുട്ടികളെ തെരഞ്ഞു പിടിച്ചു കൊണ്ടുവന്ന് ലിംഗമാറ്റ ശസ്ത്രക്രിയകൾ നടത്തുക, അതായത് ആൺകുട്ടികളെ പെൺകുട്ടികളാക്കുക, പെൺകുട്ടികളെ ആൺകുട്ടികളാക്കുക, സ്ത്രീകളെ, ഗർഭിണിയായ സ്ത്രീകളെ ഇവരുടെ ഗർഭപാത്രത്തിനുള്ളിൽ നിന്നും കുഞ്ഞിനെ തുരഞ്ഞെടുക്കുക, അങ്ങനെ അങ്ങനെ എങ്ങനെയൊക്കെ രീതിയിൽ എന്തൊക്കെ ക്രൂരതകൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ അതുപോലെയുള്ള പല ക്രൂരതകളും മെഡിക്കൽ എക്സ്പെരിമെൻസും, അതായത് നമ്മളൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ള മെഡിക്കൽ എക്സ്പെരിമെൻസ് നടന്ന സ്ഥലമാണ് ഇതൊക്കെ. ഈ കാണുന്ന പുകക്കുഴൽ കണ്ടോ? ആ പുകക്കുഴലിലൂടെ പുക വന്നിരുന്നത് മൊത്തം മനുഷ്യൻ്റെ ചാരം കത്തുന്ന പുകയായിരുന്നു. മനുഷ്യൻ്റെ ശരീരം കത്തി ചാരമുണ്ടാവുന്ന പുകയായിരുന്നു ആ പുകക്കുഴലിൽ നിന്നും വന്നുകൊണ്ടിരുന്നത്. നമ്മളിപ്പോൾ കയറിപ്പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് ആ ഗ്യാസ് ചേമ്പറുകളിൽ മരിച്ചു വീണ ആളുകൾ, അല്ലെങ്കിൽ തൂക്കുകയറോ വെടിയുണ്ടയേറ്റ് മരിച്ചു വീണ ആളുകൾ ആ മരിച്ചു വീണ ആളുകളെ കത്തിക്കുന്നതിന് വേണ്ടി ഇവരുണ്ടാക്കിയ ആ ഒരു ഇലക്ട്രിക് വൈദ്യുതി ശ്മശാനത്തിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. അതായത് മനുഷ്യൻ്റെ ബോഡി കത്തിക്കുന്നതിന് വേണ്ടിയുള്ള സ്ഥലം. ഇതിനകത്ത് 1-2 ബോഡികൾ ഒരുമിച്ച് കയറ്റിയിട്ട് കൂട്ടി കത്തിക്കുക എന്നുള്ളതായിരുന്നു ഇവർ ചെയ്തിരുന്നത്. ഇത് ആകെ വളരെ കുറച്ചായിരുന്നു ഉണ്ടായിരുന്നത്. പുതിയ ബെർക്കനോ എന്ന് പറഞ്ഞ ക്യാമ്പിൽ ഇത്തരത്തിലുള്ള 100 കണക്കിന് ഇൻസിനേറ്ററുകളാണ് ഇവർ നിർമ്മിച്ചത്. പക്ഷേ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ അത് കാണാൻ പറ്റില്ല. കാരണം സോവിയറ്റുകാർ ഇവിടെ എത്താറാവുന്നതിന് മുമ്പായിട്ട് ഇവർ നാസിപ്പട അതൊക്കെ തെളിവ് വരാതിരിക്കാൻ വേണ്ടി ബോംബിട്ട് നശിപ്പിച്ചിരുന്നു. അപ്പോൾ ഇവിടുത്തെ ആ ഒരു ടൂറെല്ലാം അവസാനിപ്പിച്ച് നമ്മൾ വന്ന അതേ ടണലിലൂടെ കടന്ന് തിരിച്ച് ഒരു സുവനീർ ഷോപ്പൊക്കെ കണ്ട് നമ്മൾ അവിടെ നിന്നും പുറത്തേക്ക് പോവുകയാണ്. നമ്മുടെ ഓഷ്വിറ്റ്സ് 1-ൻ്റെ ടൂർ കഴിഞ്ഞു. ഞാൻ അവിടെ നിന്നൊരു സുവനീർ വാങ്ങിച്ചു. ഹൂവർ ഡിസ്പൈസസ് പീപ്പിൾ വെദർ ഫോർ റിലീജിയസ് റീസൺസ്, ഫോർ റേഷ്യൽ റീസൺസ് ഓർ ബിക്കോസ് ഓഫ് ക്സിനോഫോബിയ എബോവ് ഓൾ ഡിസ്പൈസസ് ഹിംസെൽഫ്. വേറൊന്നും എനിക്ക് പറയാനില്ല. ഓക്കെ, നമുക്കിനി അടുത്ത സ്ഥലത്തേക്ക് പോകണം. ഒരു 10 മിനിറ്റ് ബ്രേക്കുണ്ട്. അതിനുശേഷം ഇവിടെ നിന്ന് വീണ്ടും ബസ്സിൽ കയറി നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകും. രണ്ടാമത്തെ സ്ഥലത്തെത്തിയിട്ട് നമുക്കൊരു 10 മിനിറ്റ് ബ്രേക്ക് തന്നു എല്ലാവർക്കും വാഷ്റൂമിലൊക്കെ പോകണമെങ്കിൽ വാഷ്റൂമിലൊക്കെ പോയിട്ട് വരാൻ പറഞ്ഞ് ആ ഒരു ബ്രേക്ക് ടൈമിൽ നിൽക്കുകയാണ് ഇപ്പോൾ. നിങ്ങളിൽ പലരും ഹിറ്റ്ലറുടെ കോൺസെൻട്രേഷൻ ക്യാമ്പ് എന്ന് പറഞ്ഞ് കണ്ടിട്ടുണ്ടാവുക കൂടുതലും ഈ കാണുന്ന കെട്ടിടമായിരിക്കും അല്ലേ. ആ ഒരു കെട്ടിടത്തിലേക്ക് നീണ്ടു നിൽക്കുന്ന റെയിൽവേ പാത നമുക്കിവിടെ കാണാം. ഞാൻ ഈ വീഡിയോയുടെ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ ലക്ഷക്കണക്കിന് ആളുകളെ അവർ മരണത്തിലേക്കാണ് പോകുന്നത് എന്ന് പോലും അറിയാതെ ഇവിടേക്ക് വന്ന് ഇറങ്ങിയ ഒരു ദുരവസ്ഥയുണ്ടല്ലോ. ആ ഒരു ദുരവസ്ഥ അത് വല്ലാത്തൊരു അവസ്ഥയാണ് സത്യം പറഞ്ഞാൽ. നമ്മൾ ആദ്യം പോയ സ്ഥലത്ത് അവസാനമായിട്ട് നമ്മൾ ഗ്യാസ് ചേമ്പറും അതേപോലെ തന്നെ കൊലപാതകം ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു സ്ഥലവും അതേപോലെ തന്നെ ഇവരെ ക്രിമറ്റോറിയം, അതായത് ഇവരെ ഈ ബോഡിയൊക്കെ കത്തിക്കുന്നതിന് വേണ്ടിയുള്ള സ്ഥലങ്ങൾ കണ്ടിരുന്നു. അത് വളരെ ലിമിറ്റഡ് ആയിരുന്നു. ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 10,000 കണക്കിന് 20,000 ആളുകളെയൊക്കെ കൊലപ്പെടുത്തിക്കൊണ്ടിരുന്ന സ്ഥലത്ത് അത് തികയാതെ വന്നു. അപ്പോൾ അവർ രണ്ടാമത് അവിടെ ഉണ്ടായിരുന്ന അതേ പ്രിസണേഴ്സിനെ വെച്ച് നിർമ്മിച്ച മറ്റൊരു ക്യാമ്പാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്ന ബെർക്കിന ക്യാമ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു ദിവസം കൊല ചെയ്യപ്പെട്ടതും അതേപോലെ തന്നെ ബോഡീസ് കത്തിച്ചതുമായിട്ടുള്ള നമ്പേഴ്സ് എന്ന് പറയുന്നത് 20,000-ത്തിലധികമാണെന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. അത്രയധികം ആളുകളെയാണ് ഓരോ ദിവസവും ഇവിടെ കൊലപ്പെടുത്തിക്കൊണ്ടിരുന്നത്. ഇവിടുത്തെ ടൂർ എന്നൊക്കെ പറയുന്നത് അതിഭയങ്കര തിരക്കുള്ള സ്ഥലമാണ്. അതായത് ശരിക്കും ഇവിടെ ഗൈഡഡ് ടൂർ എടുക്കാതെ വന്നു കഴിഞ്ഞാൽ ആർക്കും ഒരു കുന്തം മനസ്സിലാവില്ല. അല്ലെ പിന്നെ അത്രയ്ക്ക് വായിച്ച് പഠിച്ച് സമയം കണ്ടെത്തി നിങ്ങൾക്ക് വരണം. ഒരു ദിവസം മുഴുവനും സ്പെൻഡ് ചെയ്യേണ്ടി വരും ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ. ബെർക്കനോവിൽ വന്നപ്പോഴത്തേക്കിനും ഇവിടുത്തെ തിരക്ക് കണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അതായത് ഇത്രയധികം തിരക്ക് എൻ്റെ ഈ KLTUK യാത്രയിൽ ഞാൻ വേറൊരു സ്ഥലത്തും കണ്ടിട്ടില്ല. ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ പോലും ഇത്രയധികം തിരക്ക് ഞാൻ കണ്ടിട്ടില്ല. ഈ സ്ഥലത്തിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് അൺബിലീവബിൾ ആയിരുന്നു. അതായത് ഒരു ഗ്രാമം മുഴുവൻ അവരൊഴിപ്പിച്ച് അവിടുത്തെ ആളുകളെല്ലാം മാറ്റി ആ ഒരു സ്ഥലം മുഴുവൻ അവർ കൈയടക്കി എത്രയോ കിലോമീറ്ററുകൾ വരുന്ന നീളത്തിലും വീതിയിലുമുള്ള ആ ഒരു സ്ഥലത്തേക്ക് ഒരു റെയിൽവേ സ്റ്റേഷൻ പണിതു. റെയിൽവേ സ്റ്റേഷനല്ല, ഒരു റെയിൽവേ ട്രാക്കുകൾ പണിതു. ട്രെയിൻ വരുന്നതിന് വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ റെഡിയാക്കി. വലിയൊരു കവാടം പണിതു. ആ കവാടം എന്ന് പറയുന്നത് അതിലൂടെ ഒരാൾ ഇങ്ങോട്ടേക്ക് കയറി വരുമ്പോഴത്തേക്കിനും അവർ ഏതോ ഒരു വലിയൊരു നഗരത്തിലെ ഒരു റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്ന ഒരു ഫീലിലാണ് ആ ട്രെയിനിൽ അവർ കയറി വന്നിരുന്നത്. പ്രതീക്ഷകൾ കൈവിടാതെ പുതിയ പ്രതീക്ഷകളുമായിട്ട് അവരെങ്ങോട്ടേക്കോ പോകുന്നു എന്ന ചിന്തയിൽ അവർ ഇവിടേക്ക് വരുന്നു. ഇവിടെയുള്ള പല കെട്ടിടങ്ങളും നാസികൾ ആ ഒരു സോവിയറ്റ് യൂണിയൻ പിടിക്കപ്പെടുന്നതിന് മുമ്പായിട്ട്
തച്ചുടച്ചിരുന്നു, അതായത് ബോംബ് വെച്ച് തകർത്തിരുന്നു. ഈ കാണുന്നത് ഇവിടെ വന്നിരുന്ന ആളുകളെ കുത്തി നിറച്ച് കൊണ്ടുവന്നിരുന്ന ഒരു റിയൽ വാഗണാണ്. അതായത് ഇതുപോലെയുള്ള ആയിരക്കണക്കിന് വാഗണുകളിലാണ് ഇവിടേക്ക് ലക്ഷക്കണക്കിന് ജൂതന്മാരെ യൂറോപ്പിൽ നിന്നും പല ഭാഗങ്ങളിൽ നിന്നും കൊണ്ടുവന്നത്. ഇതിനകത്തേക്ക് ആളുകളെ കുത്തി നിറച്ച് നിർത്തിയായിരുന്നു കൊണ്ടുവന്നിരുന്നത്. വൃദ്ധന്മാരും കൊച്ചുകുട്ടികളും മുതൽ എല്ലാവരെയും കുത്തി നിറച്ച് ഇതിനകത്ത് നിർത്തിയാണ് കൊണ്ടുവന്നിരുന്നത്. ഹംഗറിയിൽ നിന്നും അവസാനമായിട്ട് ഇവിടേക്ക് ആളുകളെ കൊണ്ടുവന്ന ഒരു വാഗണാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ആ ഒരു വാഗൺ, വുഡൻ വാഗൺ, അത് അതിനകത്ത് കയറ്റിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് പോലും നമുക്കത് കാണുമ്പോഴത്തേക്കിനും കഷ്ടം തോന്നും അല്ലേ. ചെറിയ വാഗണല്ല, അത്യാവശ്യം വലിയ വാഗണാണ്. ഈ ഒരു വാഗണിൽ 200-300 ആളുകളെയാണ് ഇവിടേക്ക് കൊണ്ടുവന്നിരുന്നത്. ആ ഒരു വാഗൺ അവിടെ ഇങ്ങനെ ആ ഒരു ദുരന്തത്തിൻ്റെ ഓർമ്മ നമുക്ക് എങ്ങനെ ശരിക്കും മനസ്സിലാക്കുന്നതിന് വേണ്ടി അവരിങ്ങനെ അവിടെ പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഇതൊരു ഒറിജിനൽ വാഗണാണ്. ആ സമയത്ത് അവസാനമായിട്ട് ഇവിടെ അവശേഷിച്ച ഒരു വാഗൺ അവർ കുറച്ച് മെയിൻ്റനൻസ് ഒക്കെ ചെയ്ത് ഇവിടെ വെച്ചിരിക്കുന്നതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. വാഗൺ എല്ലാവരും നിന്ന് ഫോട്ടോ എടുക്കുന്നു. അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഗൈഡുമാർ പറഞ്ഞു തരുന്നു. ഇവിടെ എത്ര നടന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തന്നെ ഓർമ്മയില്ല ഇവിടെ എത്ര നടന്നു എന്നുള്ളത്. ഇവിടെ ധാരാളം നടക്കുകയുണ്ടായി. ഇവിടെയും ഈ പറഞ്ഞ പോലെ കമ്പി വയലുകളൊക്കെ കെട്ടി വളരെ കൃത്യതയോടുകൂടി പ്ലാനിങ്ങോടുകൂടിയാണ് ഓരോ കെട്ടിടങ്ങളും നിർമ്മിച്ചത്. ആ നിർമ്മിച്ച കെട്ടിടങ്ങളിൽ വളരെ കുറച്ച് കെട്ടിടങ്ങൾ മാത്രമാണ് ഇപ്പോൾ അവിടെ അവശേഷിക്കുന്നത്. ബാക്കി എല്ലാം തകർത്തെറിഞ്ഞിരുന്നു. കാരണം ഏറ്റവും കൂടുതൽ ആളുകളെ കൊലപ്പെടുത്തിയതും ഏറ്റവും കൂടുതൽ ആളുകളും വന്നതുമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇവിടുത്തെ ഇപ്പോൾ ഈ കാണുന്ന പൊളിഞ്ഞു കിടക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇവിടുത്തെ ഗ്യാസ് ചേമ്പറും അതേപോലെ തന്നെ നമ്മൾ നേരത്തെ കണ്ട മരിച്ച ആളുകളെ കത്തിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ സ്ഥലങ്ങളുമാണ്. അതായത് ഗ്യാസ് ചേമ്പറും അതിനോടനുബന്ധിച്ച് അതിൻ്റെ ചേർന്ന് തന്നെയാണ് ആ കത്തിക്കുന്ന സ്ഥലവും ഉണ്ടാക്കിയിരുന്നത്, ശ്മശാനം ഉണ്ടാക്കിയിരുന്നത്. അത് കംപ്ലീറ്റ് എങ്ങനെ ബോംബിട്ട് തകർത്തോ അതെങ്ങനെയാണോ കിടക്കുന്നത് അതേപോലെ തന്നെയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അതൊന്നും ചെയ്തിട്ടില്ല, അത് പുതുക്കി പണിതിട്ടില്ല, അതൊന്നും ചെയ്തിട്ടില്ല. അത് കംപ്ലീറ്റ് തെളിവുകൾ നശിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി, അതായത് ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും പുറം ലോകം അറിയരുത് എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നാസികൾ അങ്ങനെ ചെയ്തത് എന്ന് പറയുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് നമുക്കിവിടെ ഇങ്ങനെ കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ ചിത്രങ്ങളും അതിൻ്റെ ബാക്കിയുള്ള ഒറിജിനൽ സംഭവങ്ങളും കഥകളും ഒക്കെ നമ്മൾ ഓഷ്വിറ്റ്സ് 1 പോയപ്പോഴത്തേക്കിനും നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മുടെ ഗൈഡ് നമ്മുടെ ആ ഒരു പഴയ ക്രൂരതകളെ പറ്റി വീണ്ടും അവിടെ നിന്നിങ്ങനെ വിവരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അന്നത്തെ 1940 കാലഘട്ടത്തിൽ ഇത്രയധികം കൃത്യതയോടും പ്ലാനിങ്ങോടും കൂടി വലിയൊരു ജനസൈഡ് നടത്തിയ, വലിയൊരു കൂട്ടക്കൊല നടത്തിയ നാസികളെ എന്താ അല്ലേ പറയുക അല്ലേ. ഈ കാണുന്ന സ്ഥലങ്ങളൊക്കെ അവർ ബോംബിട്ട് തകർത്ത സ്ഥലങ്ങൾ, അത് പലതും വീണ്ടും ഇടിഞ്ഞു പൊളിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി കുറച്ച് കോൺക്രീറ്റ് ബാറുകളൊക്കെ വെച്ച് സ്ട്രക്ചർ ചെയ്ത് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സ്ഥലം സന്ദർശിക്കുന്നതിന് വേണ്ടി നമുക്ക് യാതൊരു ഫീസും അവർ ചാർജ് ചെയ്യുന്നില്ല. പക്ഷെ നമ്മൾ ഗൈഡഡ് ടൂർ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ചെറിയ പേയ്മെൻ്റ് ഉണ്ട്. പിന്നെ എന്തെങ്കിലും ഡൊണേഷൻസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഡൊണേഷൻസ് കൊടുക്കാം എന്നുള്ളതാണ് അവർ പറയുന്ന കാര്യം. അവിടെ വരുന്ന ആളുകൾ എല്ലാവരും സത്യം പറഞ്ഞാൽ ഇവിടെ വന്ന് ഇത് ഒരു ദിവസം മുഴുവൻ വേണം നമുക്കിത് മുഴുവൻ കണ്ടു തീർക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു ദിവസം മുഴുവൻ നമ്മളിത് കണ്ട് തീർത്ത് നമ്മൾ ഇവിടെ നിന്ന് തിരിച്ചിറങ്ങുമ്പോൾ നമ്മൾ എന്തായാലും നമ്മൾ പുതിയൊരു വ്യക്തിയായി മാറും എന്നുള്ളതിൽ ഒരു സംശയവുമില്ലാത്തൊരു കാര്യമാണ്. അങ്ങനെ നമുക്ക് കുറച്ചെങ്കിലും നമ്മുടെ മനസ്സലിവ് ഇവിടെ വന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഹൃദയമില്ലാത്ത മനുഷ്യനാണ് എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. അവിടെ നിന്നും ആ ക്യാമ്പിനുള്ളിൽ കൂടെ തന്നെ ഏകദേശം 1 കിലോമീറ്ററോളം നടന്ന് നമ്മൾ അവിടെ നിലവിലിപ്പം വലിയ ഡാമേജ് ഒന്നും ഇല്ലാതിരിക്കുന്ന ഒരു കെട്ടിടത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അടിഞ്ഞു പൊളിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി വുഡൻ സപ്പോർട്ടൊക്കെ കുറേ കെട്ടിടങ്ങൾക്ക് കൊടുത്തു വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ശരിക്കും എത്ര ഭംഗിയോടുകൂടിയാണ് ആ കെട്ടിടങ്ങളൊക്കെ നിർമ്മിച്ചിരിക്കുന്നതെന്ന് നോക്കൂ. പക്ഷേ ഇതിൻ്റെ ഉള്ളിലൊക്കെ ആളുകൾ അനുഭവിച്ച ക്രൂരതകൾ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഈ ഒരു കെട്ടിടത്തിൻ്റെ ഉള്ളിൽ കയറിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് പണ്ടത്തെ ആളുകളുടെ ബാരക്കുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ കാണുന്ന ഓരോ ബാരക്കിനകത്തും 10-15 പേരൊക്കെയാണ് ഈ ഒരു സ്ഥലത്ത് കടത്തിയിരുന്നത്. അതായത് തിങ്ങിക്കൂടിയാണ് ഇതിനകത്ത് കടന്നിരുന്നത്. പ്രോപ്പറായിട്ട് പ്രാഥമിക കൃത്യങ്ങൾ പോലും നിർവഹിക്കാൻ പറ്റാത്ത സ്ഥലങ്ങളുണ്ടായിരുന്നു. കിടന്നെടുത്തും താഴെയും മലമൂത്ര വിസർജനം ചെയ്തും ഇതിനകത്തെ രൂക്ഷമായ ഗന്ധം സഹിച്ചും സാനിറ്ററി കണ്ടീഷൻസ് വളരെ മോശമായിട്ട് പല രീതിയിലുള്ള അസുഖങ്ങൾ ബാധിച്ചാണ് ഭൂരിഭാഗം ആളുകളും പിന്നീട് മരണപ്പെടുന്നത്. അതായത് മലേറിയയും അതേപോലെ തന്നെ പലതരത്തിലുള്ള രോഗങ്ങൾ സംഭവിച്ച് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെയുള്ള പല ഉപദ്രവങ്ങളും പല കാര്യങ്ങളും അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ് ഇവിടെ ആളുകൾ കുറച്ച് ദിവസം ജീവിച്ചത്. കുറച്ചെങ്കിലും ആരോഗ്യമുള്ളൊരു വ്യക്തി പട്ടിണിക്കിട്ട് ഭക്ഷണം കൊടുക്കാതെ പണിയെടുപ്പിച്ച് ജോലി ചെയ്ത് മരിച്ച ആളുകളുണ്ട്. ജോലി ചെയ്ത് മരിച്ച ആളുകൾ
ക്രൂരതയും പീഡനവും സഹിച്ച് മരിച്ച ആളുകൾ, ഭക്ഷണം ലഭിക്കാതെ, വെള്ളം ലഭിക്കാതെ, മരുന്ന് ലഭിക്കാതെ മരിച്ച ആളുകൾ, അങ്ങനെ എങ്ങനെയൊക്കെ മരിച്ച ആളുകൾ, ഒന്നും പോരാത്തതിന് വിഷം കൊടുത്ത് കൊന്ന ആളുകൾ, അങ്ങനെ ഒരു വലിയൊരു കൂട്ടം ആളുകളുടെ കഥ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വന്ന് കണ്ടിരിക്കേണ്ട ഒരു കഥ. ഇത്രയും വലിയ ഹാളിൽ ആകെ ഉണ്ടായിരുന്നത് ഈ ഒരു ചെറിയൊരു സ്ഥലം. ഇവിടെ എന്തെങ്കിലും ഇട്ട് കത്തിച്ച് വിൻ്ററിലൊക്കെ തണുപ്പ് മാറ്റാൻ വേണ്ടിയുള്ളൊരു സ്ഥലം. തണുപ്പത്ത് പുതയ്ക്കാൻ പുതപ്പോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ ഇതിനകത്ത് കുമിഞ്ഞുകൂടിയ ആളുകൾ കടന്നിരുന്ന സ്ഥലം. ആ ഒരു സ്ഥലം, ഇത് ഒറിജിനൽ ബാരക്കാണ്. പണ്ടത്തെ അതേ സംഭവം ഇതിനകത്ത് കയറിയപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണ് വീണ്ടും നിറഞ്ഞുപോയി. അവസാനമായിട്ട് പിരിഞ്ഞു പോകുന്നതിന് മുമ്പായിട്ട് ഗൈഡ് നമ്മളോട് കുറേ കഥകളും കൂടെ പറയുന്നു. അദ്ദേഹം സംസാരിച്ച് തീർക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാനിവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് ഇറങ്ങി. കാഴ്ചകളെന്ന് പറയാൻ പറ്റില്ല, അതൊരു അനുഭവമായിരുന്നു. അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ചെയ്ത ഈ KL2UK യാത്രയിൽ ഞാൻ എവിടെയൊക്കെ പോയില്ല എന്നുണ്ടെങ്കിലും, പോളണ്ടിൽ വന്നിട്ട് ഈ ഒരു സ്ഥലത്ത് ഞാൻ പോയില്ല എന്നുണ്ടെങ്കിൽ അത് ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയൊരു ലോസ് ആയിരിക്കും. എൻ്റെ ഒരു യാത്രയിലെ ഏറ്റവും എന്താ പറയുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലമായിരുന്നു ഇത്. ഒരു ദിവസം ഫുള്ള് വേണം ഇവിടെ കാണണമെന്നുണ്ടെങ്കിൽ അതും മുഴുവൻ കണ്ടു തീർക്കാൻ പറ്റിയിട്ടില്ല. പരിമിതമായിട്ടുള്ള സമയം കൊണ്ട് പരിമിതമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ കണ്ടത്. സോ നിങ്ങൾ വരികയാണെങ്കിൽ പ്ലീസ് സ്പെൻഡ് എ ഫുൾ ഡേ ഹിയർ. എന്നാലും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ, കാണാൻ പറ്റുള്ളൂ. ഒരു ഗൈഡിനെ എടുക്കുക, ഗ്രൂപ്പോ അല്ലാതെ പ്രൈവറ്റ് ടൂറോ എന്തെങ്കിലുമൊക്കെ എടുക്കുക. സോ ഇനി വേറൊരു കാരണം പറയട്ടെ. നമ്മുടെ ഹിറ്റ്ലർ എന്ന് പറയുന്ന നാസിയുടെ നേതാവ്, തലവനായിട്ടുള്ള ഹിറ്റ്ലർ എന്ന് പറയുന്ന വ്യക്തി ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പിലും സന്ദർശിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ഞാൻ ഇൻ്റർനെറ്റിൽ പരതിയപ്പോഴും മറ്റുമൊക്കെ കിട്ടിയ എനിക്ക് വിവരമാണതാണ്. അതായത് അദ്ദേഹമായിട്ട് ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പും സന്ദർശിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. സ്ട്രേഞ്ച് അല്ലേ? ബാക്കിയുള്ള അദ്ദേഹത്തിൻ്റെ അനുയായികൾ വഴിയാണ് ഇവിടെ ഇത്രയും ക്രൂരതകളും ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം നടത്തിയിരുന്നത് എന്നാണ് പറയുന്നത്. എന്തിന്? ഹിറ്റ്ലർ ജൂതന്മാരോട് വളരെ സ്നേഹപൂർവ്വമാണ് പെരുമാറിയിരുന്നത്, ഇടപെട്ടിരുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. ഞങ്ങളൊക്കെ ഗൈഡിനൊക്കെ സംസാരിച്ചപ്പോൾ അറിഞ്ഞ കാര്യങ്ങളാണ്. സോ സ്ട്രേഞ്ച്. എന്തായാലും ലോകത്ത് നന്മ മാത്രം ഉണ്ടാവട്ടെ. മനുഷ്യൻ മതത്തിൻ്റെ പേരിലും ജാതിയുടെ പേരിലും റിലീജിയൻ്റെ പേരിൽ, പൊളിറ്റിക്സിൻ്റെ പേരിൽ, എന്തിൻ്റെയൊക്കെ പേരിലും അടിയുണ്ടാക്കുകയാണെങ്കിൽ ഇതൊക്കെ വലിയ എക്സാമ്പിളാണ്. ഇനിയൊരു വേൾഡ് വാർ ലോകത്തുണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അത് നമ്മുടെ ജനറേഷനിലും അടുത്ത ജനറേഷനിലും എപ്പോഴാണെങ്കിലും. സോ മതം, പൊളിറ്റിക്സ് മനസ്സിൻ്റെ ഉള്ളിൽ മാത്രം വയ്ക്കുക, അത് പുറത്തേക്ക് കാണിക്കാണ്ടിരിക്കുക. അത് മനസ്സിനുള്ളിൽ മാത്രമാണെങ്കിൽ ലോകത്തൊരു പ്രശ്നം ഉണ്ടാവില്ല. അത് പുറത്തേക്ക് കാണിക്കുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്. എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ മാക്സിമം ഞാൻ ഇത് പറഞ്ഞ് ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. സീ യു ടുമോറോ. ബൈ.